2 കൊരിന്ത്യർ ലേഖനത്തിന്റെ പഠനം ഇന്ന് നമ്മൾ ആരംഭിക്കുകയാണ്. ഇത് വേഴ്സ് ബൈ വേഴ്സ് ആണ്. നമ്മൾ ഓരോരോ വാക്യങ്ങളിലൂടെയാണ് കടന്നു പോകാൻ പോകുന്നത്. ഞാൻ 2 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായത്തിൽ നിന്ന് നമ്മൾ ആരംഭിക്കുകയാണ്. നമ്മൾ 1 കൊരിന്ത്യർ ലേഖനം കഴിഞ്ഞ ലോക്ക്ഡൌണിൽ എനിക്ക് തോന്നുന്നു 2.5-3 മാസത്തോളം നമ്മൾ ആ ഒരു ലേഖനത്തിൽ നിന്നാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ അവിടെ നമ്മൾ കണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, വളരെ പ്രിമിറ്റീവ് ഫോമിലുള്ള ഒരു ചർച്ചിലേക്കാണ് ആ കത്തുകൾ എഴുതിയിരിക്കുന്നത്. 1 കൊരിന്ത്യർ ലേഖനം എഴുതിയിരിക്കുന്നത് നമുക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതായത് നമുക്കെല്ലാം അറിയാവുന്ന കാര്യങ്ങൾ, ഒത്തിരി കാര്യങ്ങൾ, വ്യഭിചാരം ചെയ്യരുത്, അല്ലെങ്കിൽ വിവാഹം എങ്ങനെ സാങ്ക്ടിഫൈഡ് ആയിട്ട് വിവാഹത്തെ എങ്ങനെ സൂക്ഷിക്കാം, വിഗ്രഹാർപ്പിതം കഴിക്കരുത്, നമ്മളാരും കഴിക്കാൻ പോകുന്ന കാര്യങ്ങൾ, നമുക്ക് അതിലൊന്നും ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരല്ല, നമ്മളൊന്നും അങ്ങനെ ചെയ്യുന്നവരല്ല, ഇതെല്ലാം നമ്മൾ രക്ഷപ്പെട്ടവരാണ്. പക്ഷെ അപ്പോൾ ഈ സഭയുടെ തുടക്കത്തില് വിശ്വാസത്തിന്റെ യാത്രയുടെ തുടക്കത്തിൽ കൊരിന്ത് സഭ പ്രത്യേകിച്ചും വളരെയധികം ലോകത്തിൽ നിന്ന് വേർപെട്ട് വരാൻ പ്രയാസം കാണിച്ച ഒരു സന്ദർഭത്തിലാണ് ആ കത്ത് എഴുതിയിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. അവിടെ വളരെ ഗുരുതരമായ പാപം ചെയ്യുന്ന ആളുകളൊക്കെ ആ സഭയിലുണ്ടായിരുന്നു. വളരെ പ്രിമിറ്റീവായിട്ട് പാല് കുടിച്ച് വളരുന്ന ശിശുക്കൾക്കുള്ള ഒരു ലേഖനമായിരുന്നു 1 കൊരിന്ത്യർ ലേഖനം. ഓക്കെ, 2 കൊരിന്ത്യർ ലേഖനത്തിലേക്ക് വരുമ്പോഴേക്കും മാനസാന്തരപ്പെട്ട ഒരു സഭയോടാണ് പൗലോസ് സംസാരിക്കുന്നത്. മാനസാന്തരപ്പെട്ട ഒരു സഭയോട് സംസാരിച്ച് തുടങ്ങുന്ന 1-ാം അധ്യായത്തിലെ പ്രധാന വിഷയം എന്ന് പറയുന്നത് കഷ്ടത എന്നുള്ളതാണ്. വൈ വി സഫർ, എന്തുകൊണ്ടാണ് ക്രിസ്ത്യൻസ് സഫർ ചെയ്യുന്നത്, റീസൺ എന്താണ് കഷ്ടപ്പാട്, നമ്മൾ എന്തിനാണ് കഷ്ടം സഹിക്കേണ്ടി വരുന്നത്, എന്തൊക്കെ തരത്തിലുള്ള കഷ്ടങ്ങൾ നമുക്കുണ്ടാകാം. കഴിഞ്ഞ കൊരിന്ത്യർ ലേഖനത്തിന്റെ 15-ാം അധ്യായം നമ്മൾ പഠിച്ചപ്പോൾ തിയോളജി ഓഫ് ഡെത്ത് ആയിരുന്നു, മരണത്തിന്റെ ദൈവശാസ്ത്രം. എന്നാൽ 2 കൊരിന്ത്യർ ലേഖനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ കഷ്ടതയുടെ ദൈവശാസ്ത്രമാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഈ 1-ാം അധ്യായം മുഴുവൻ ആ കഷ്ടതയെ ഫോക്കസ്, 1-ാം അധ്യായം മാത്രമല്ല, അത് മിക്കവാറും തന്നെ കൊരിന്ത്യർ ലേഖനം 2 കൊരിന്ത്യർ ലേഖനം മുഴുവനും ഒരു എന്താ പറയുന്ന ഒരു കഷ്ടതയുടെ ഗ്ലൂമിനകത്തുള്ള ആനന്ദത്തെ കുറിച്ചാണ്, തേജസ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഒരു കഷ്ടതയുടെ ഗ്ലൂം, ഒരു എന്താ പറയുന്നത്, ഗ്ലൂം എന്ന് പറഞ്ഞാൽ ഒരു മങ്ങലിനിടയിൽ മനസ്സ് തളർന്നു പോകാവുന്ന രീതിയിലുള്ള കഷ്ടങ്ങൾ, അത് വളരെ ഭീകരമായ കഷ്ടങ്ങൾ എന്നാണ് പൗലോസ് പറയുന്നത്. ഓക്കെ, ഇവിടെ ആദ്യം ലേഖനം എഴുതുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഇത് ഒരൊറ്റ സിംഗിൾ സഭയ്ക്കുള്ളതല്ല, ഇത് അനേകം വിശ്വാസികൾക്കുള്ളതാണ്. അഖായ എന്ന് പറയുന്ന സ്ഥലത്തുള്ള അനേകം വിശ്വാസികൾക്ക് എഴുതിയതാണ്. അതുപോലെ കൊരിന്തിലെ ദൈവസഭ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ സഭ ഒന്നേ ഉള്ളൂ, പക്ഷെ പല ഭവനങ്ങളിൽ കൂടി വന്ന് ആരാധിക്കുന്ന കൊരിന്ത് എന്ന് പറയുന്ന പട്ടണത്തിലുള്ള സഭ, ദൈവത്തിന്റെ സഭ. അങ്ങനെ ഓരോ ദേശത്തും ഒരു സഭ, പക്ഷെ അനേകം ഭവനങ്ങളിൽ കൂടി വന്ന് ആരാധിക്കുന്ന കർത്താവിന്റെ സഭ. പട്ടണത്തിൽ ഒരു ഒറ്റ സഭയല്ല, അനേകം സഭകൾ കൂടിച്ചേർന്നാണ് ഒരു ദേശം. അങ്ങനെ അഖായയിലുള്ള കൊരിന്തിലുള്ള സകല വിശുദ്ധന്മാർക്കും കൂടെ എഴുതുന്നത്. അപ്പോൾ വിശുദ്ധന്മാരെന്നുള്ള വാക്ക് നമ്മൾ വളരെ വിശദമായിട്ട് കണ്ടിട്ടുണ്ട്. 1 പത്രോസിന്റെ ലേഖനങ്ങളുടെ പഠനം നമ്മൾ ആ പഠനത്തിലൂടെ കടന്നു പോയപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും കണ്ടത് വിശുദ്ധീകരണം എന്ന് പറയുന്നത്, വിശുദ്ധൻ എന്ന് വിളിക്കുന്നത് ആരെയാണ്? വിശുദ്ധൻ എന്ന വാക്ക് എനിക്ക് തോന്നുന്നത് അത് എത്ര വിശദീകരിച്ചാലും അത് വീണ്ടും നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യവും കൂടെയാണ്. ആരാണ് ശരിക്കും വിശുദ്ധൻ? വിശുദ്ധൻ എന്ന് പറയുന്നത് നല്ല പ്രവൃത്തികൾ ചെയ്യുന്ന, തെറ്റ് ചെയ്യാത്ത, അധർമ്മങ്ങളൊന്നും ചെയ്യാത്ത, മറ്റുള്ളവരെ ഉപദ്രവിക്കാത്ത, അല്ലെങ്കിൽ ലൈംഗികമായ പരാജയങ്ങളിൽ പെടാത്ത, ഇങ്ങനെയുള്ള ആൾക്കാരൊന്നും അല്ല അതിന്റെ അർത്ഥം. അങ്ങനെയുള്ള ആൾക്കാരെല്ലാം നമ്മൾ നല്ലവരെന്ന് വേണേ വിളിക്കാം, നല്ലവർ. വിശുദ്ധരാകുന്നില്ല. വിശുദ്ധി എന്ന് പറയുന്നതും നല്ല സ്വഭാവം എന്ന് പറയുന്നത് രണ്ടാണ്. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്ന ഈ നന്മ, മനുഷ്യന്റെ നന്മ എന്ന് പറയുന്ന നല്ല സ്വഭാവത്തെ കുറിച്ചാണ് പറയുന്നത്. അത് ആത്മീകമായ ഒരു കാര്യമല്ല, അതൊരു സോളിന്റെ പ്രത്യേകതയാണ്. അതല്ല ഇവിടെ പറയുന്ന വിശുദ്ധി എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിശുദ്ധി എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്ന നമ്മൾ 1 പത്രോസ് 1-ാം അധ്യായത്തിൽ കണ്ടതുപോലെ, 2 പത്രോസ് 1-ാം അധ്യായത്തിൽ കണ്ടതുപോലെ, അത് കർത്താവിന്റെ സ്വഭാവത്തിന്റെ കൂട്ടായ്മയാണ്. ആത്മാവ് നമുക്ക് പകർന്നു തരുന്ന യേശുക്രിസ്തുവിന്റെ സ്വഭാവമാണ് ശരിക്കും വിശുദ്ധി എന്ന് പറയുന്നത്. അത് പൂർണ്ണമായിട്ടും ദൈവികമാണ്. നമ്മൾ അധ്വാനിച്ച് നേടിയെടുക്കുന്ന ഒന്നല്ല, ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് പകർന്നു തരുന്ന ഒരു സ്വഭാവ മാറ്റമാണ് ശരിക്കും വിശുദ്ധി എന്ന് പറയുന്നത്. അത് മനുഷ്യർക്ക് സ്വയം ഉണ്ടാക്കാൻ പറ്റില്ല. അത് ക്രിസ്തുവിന്റെ ദിവ്യ സ്വഭാവത്തിന്റെ പങ്കാളിത്തമാണ്. അത് ആത്മാവിലാണ് നമുക്ക് ലഭിക്കുന്നത്. ആത്മാവ് നമ്മളുള്ളിൽ വസിക്കുന്നുണ്ടെങ്കിൽ നാം പതുക്കെ ഈ ലോകത്തിന് അനുരൂപരാകാതെ
ക്രിസ്തുവിന്റെ സ്വഭാവത്തിന് അനുരൂപമായ ഒരു പ്രകൃതം നമുക്ക് ആ ആന്തരിക മനുഷ്യൻ ക്രിസ്തുവിൽ ശക്തിപ്പെട്ട് അവന്റെ പൂർണ്ണമായ പുരുഷത്വത്തിലേക്ക് വളർന്നു വരുന്ന പെർഫെക്ഷനിൽ എത്തുന്ന ആ ഒരു ഓട്ടത്തെയാണ് നമ്മൾ വിശുദ്ധീകരണം എന്ന് പറയുന്നത്. ആ വിശുദ്ധീകരണത്തിന്റെ പ്രോസസ് ആരിലെല്ലാം ആരംഭിച്ചിട്ടുണ്ടോ? ഒരുപക്ഷെ അവരെ കണ്ടാൽ നമുക്ക് അങ്ങനെ തോന്നുകയില്ലായിരിക്കാം, വിശുദ്ധന് നമ്മൾ ഇല്ലായിരിക്കാം. പക്ഷെ ദൈവത്തിന്റെ ഓപ്പറേഷൻ, ആ സർജിക്കൽ പ്രൊസീജിയർ, അകത്ത് പുതിയ മനുഷ്യനെ സൃഷ്ടിക്കുന്ന ദൈവിക പ്രവൃത്തി, ക്രിസ്തുവിന് അനുരൂപമായി സൃഷ്ടിക്കപ്പെടുന്ന ആന്തരിക മനുഷ്യൻ ആരിലെല്ലാം ഉരുവാകുന്നുണ്ടോ അവരെല്ലാം വിശുദ്ധൻ എന്നാണ് പറയുന്നത്. ഒരു കുഞ്ഞാണെങ്കിൽ പോലും, അവൻ ക്രിസ്തുവിൽ പിച്ച വെക്കുന്ന ഒരാളാണെങ്കിൽ പോലും മാത്രമാണ് അവനെങ്കിലും, ഒന്നും മനസ്സിലായി തുടങ്ങിയിട്ടില്ലെങ്കിലും, ആത്മീയ ജീവിതത്തിന്റെ രഹസ്യങ്ങളൊന്നും അറിയില്ലെങ്കിലും, സ്വാഭാവികമായ ഒരു മനോഹരമായ മോറൽ ലിവിങ് ഇല്ലെങ്കിൽ, അവൻ എപ്പോൾ വീണ്ടും ജനിക്കുന്നോ അപ്പോൾ മുതൽ അവൻ വിശുദ്ധീകരണത്തിന്റെ ഓട്ടത്തിലേക്ക് പ്രവേശിക്കുകയും ആ ദൈവികമായ വിശുദ്ധീകരണത്തിന്റെ ഭാഗമായി അവൻ ഇരിക്കുന്നത് കൊണ്ട് അങ്ങനെ സഭയിലുള്ള എല്ലാവരെയും വിശുദ്ധൻ എന്നാണ് സംബോധന ചെയ്യുന്നത്. അത് വീണ്ടും ഈ വിശുദ്ധിയുടെ ഓട്ടത്തിലാണ്. ആ വിശുദ്ധിയുടെ ഓട്ടം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിനെ പോലെ നമ്മൾ ആയി തീരുന്നത് വരെ അവന്റെ വേൾഡ് വ്യൂ എന്ന് പറയുന്ന ഒരു ഫിലോസോഫിക്കൽ ടേമാണ്. നമ്മൾ വേൾഡ് വ്യൂ എന്ന് പറയുന്നതിനേക്കാളും എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ മനസ്സിലാക്കാൻ എളുപ്പം നമ്മുടെ ഓരോ കാഴ്ചപ്പാടുകൾ എന്ന് പറയുന്നതായിരിക്കും. ഒരു മനുഷ്യന്റെ കാഴ്ചപ്പാടുകൾ മാറി അവനിൽ ഉരുവാകുന്ന ക്രിസ്തുവിന് അനുരൂപമായ കാഴ്ചപ്പാട്. ഉദാഹരണത്തിന് ലോകത്തെക്കുറിച്ച്, ധനത്തെക്കുറിച്ച്, ശത്രുക്കളെക്കുറിച്ച്, സഹോദരങ്ങളെക്കുറിച്ച്, ഇങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളെക്കുറിച്ചും, ദൈവത്തെക്കുറിച്ച്, ദൈവിക ജീവനെക്കുറിച്ച്, മരത്തെ, എന്തെല്ലാം വിഷയങ്ങൾ നിങ്ങൾ എടുത്താലും അതിലെല്ലാം എന്റെ കാഴ്ചപ്പാടല്ല, യേശു ക്രിസ്തു എങ്ങനെ നോക്കുമായിരുന്നു എന്നുള്ള കാഴ്ചപ്പാടിലേക്കുള്ള ഒരാളുടെ വളർച്ചയാണ് വിശുദ്ധീകരണം എന്ന് പറയുന്നത്. അങ്ങനെയാണ് നമ്മൾ വിശുദ്ധ ആ സ്വഭാവത്തിന്, ക്രിസ്തുവിന്റെ സ്വഭാവത്തിന്റെ കൂട്ടായ്മയിലേക്ക് നമ്മൾ വരുന്നത്. അങ്ങനെ എല്ലായിടത്തുമുള്ള വിശുദ്ധന്മാർക്ക്, അപ്പോൾ ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന എല്ലാ വിശുദ്ധന്മാരെന്ന് വേണമെങ്കിൽ വിളിക്കാം, അല്ലെ? സന്തോഷമായിട്ട് വിളിക്കാം. പക്ഷെ നിങ്ങൾ ഉറപ്പുവരുത്തേണ്ട കാര്യം നിങ്ങളിൽ ഈ വിശ്വാസത്തിന്റെ നല്ല പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ക്രിസ്തുവിന്റെ ലൈഫിനെ കുറിച്ച് ഉള്ള ഒരു മോഹം, ഒരു പ്രത്യാശ, അവന്റെ ആ സ്വരൂപത്തോട് അനുരൂപരാകാനുള്ള ആഗ്രഹം, അവൻ എങ്ങനെ ലോകത്തെ തന്നെ നോക്കാനുള്ള ആഗ്രഹം, ആഗ്രഹം നിങ്ങളിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആത്മാവിന്റെ പ്രവൃത്തിയുണ്ട്. ആത്മാവിന്റെ പ്രവൃത്തിയുള്ളവർക്ക് ജഡത്തെ തൃപ്തിപ്പെടുത്താനോ ജഡജീവിതത്തെ ഇഷ്ടപ്പെടാനോ ഈ ലോകത്തിന്റെ മഹത്വത്തെ കുറിച്ചോ ഒരു കൊതി ഉണ്ടാവുകയില്ല, ഒരു മോഹം ഉണ്ടാവില്ല. അവർ ജീവിക്കാൻ ഒക്കെ ജോലി ചെയ്യുന്നു, അധ്വാനിക്കുന്നു, പണം ഉണ്ടാക്കുന്നു, മക്കൾക്ക് വേണ്ടി കരുതുന്നു, എല്ലാം ചെയ്യുന്നു. പക്ഷെ അവർക്ക് മോഹം ഉണ്ടാവില്ല ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന്. കാരണം ആ പുതിയ മനുഷ്യൻ മോഹത്തിന്റെ അടിസ്ഥാനത്തിൽ, പ്രത്യാശയുടെ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത്. ആ പുതിയ മനുഷ്യനെയാണ് നമ്മൾ വിശുദ്ധൻ എന്ന് വിളിക്കുന്നത്. നമ്മുടെ പഴയ ജഡത്തിൽ യാതൊരു നന്മയും വസിക്കുന്നില്ല. നമ്മൾ എല്ലാവരും പാപത്തിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ടവരാണ്, പാപികളായിരുന്നു. ആ പഴയ പ്രകൃതത്തിൽ യാതൊരു നന്മയും വസിക്കുന്നില്ല. റിട്ടേണിംഗ് ടു ദ ഓൾഡ് ഫ്ലഷ്, യു ആർ ലൈക്ക് എ ഡോഗ് റിട്ടേണിംഗ് ടു, ഒരു നായ ഛർദിയിലേക്ക് തിരിഞ്ഞു ചെല്ലുന്ന പോലെയാണ് ഒരു ആത്മീകനായി ജനിച്ച ഒരു മനുഷ്യൻ വീണ്ടും ജഡത്തിന്റെ തൂണുകളിൽ ആശ്രയിക്കാൻ വേണ്ടി പോകുന്നത്. ദാറ്റ് സംതിങ് ദാറ്റ് വി സ്പ്യൂഡ് ഔട്ട്. അത് നമുക്ക് വേണ്ട എന്ന് ഉപേക്ഷിച്ചിരിക്കുന്നത് അത് വിശുദ്ധീകരണത്തെ ബാധിക്കുന്ന കാര്യമാണ്. ഇനി രണ്ടാമത്തെ വാക്യം, നമ്മൾ എല്ലാ ലേഖനങ്ങളും വായിക്കുമ്പോൾ അവിടെ കൃപയും സമാധാനവും എന്നുള്ളൊരു വാക്ക് ഉപയോഗിക്കാറുണ്ട്. അത് എല്ലാ ലേഖനങ്ങളിലും കൃപ എന്ന വാക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദൈവത്തിന്റെ തേജസ്സിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. കൃപയും സത്യവും നിറഞ്ഞവനായി ഞങ്ങൾ അവരെ കണ്ടു, അത് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായിരുന്നു എന്ന് നമ്മൾ അവിടെ വായിക്കും. ഇവിടെ രണ്ടാമത് നമ്മൾ, അത് ഞാൻ കൊരിന്ത്യ ലേഖനത്തിന്റെ ക്ലാസ്സിലും 1 കൊരിന്ത്യ ലേഖനത്തിലും അതുപോലെ റോമാ ലേഖനത്തിന്റെ അധ്യായങ്ങളെല്ലാം കൃപ എന്ന വാക്ക് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ കൂടുതൽ സമയം നമ്മൾ ചിലവഴിക്കുന്നില്ല. അടുത്ത വാക്യത്തിലേക്ക് പോയ സമാധാനം എന്ന വാക്കിന് ഇവിടെ ഒരു പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് മാത്രം നമുക്കതൊന്ന് വിശദീകരിച്ച് നോക്കാം. സമാധാനം എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കിയിട്ടുള്ള പോലെ തന്നെ അത് മനുഷ്യരുടെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാനുഷികമായി ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സമാധാനമല്ല. മാനുഷികമായി സമാധാനം ഉണ്ടാക്കാൻ നമുക്ക് ഒത്തിരി കോംപ്രമൈസസ് ആവശ്യമാണ്. നിങ്ങൾ മാരിറ്റൽ പ്രോബ്ലംസ് ഉള്ള ഒരു കുടുംബമാണെന്ന് വിചാരിച്ചു, അങ്ങനെയുള്ളവരാരും ഇവിടെ ഇല്ല എന്ന് പ്രത്യാശിക്കുന്നു. പക്ഷെ അങ്ങനെയുള്ള വിചാരിച്ചു, നിങ്ങളൊരു ഉപദേശം എടുത്തു കഴിഞ്ഞാൽ അവർ പറയുന്ന ഒരു കാര്യം ഇതായിരിക്കും, കോംപ്രമൈസ്. നിങ്ങൾ പരസ്പരം കോംപ്രമൈസ് ചെയ്തു പോകണം. അത് എന്തിനു വേണ്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനുഷികമായ ഒരു സമാധാനം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ഈ മാനുഷികമായ സമാധാനമാണ്
നമ്മൾ പലപ്പോഴും സമാധാനം എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്. അത് കോംപ്രമൈസ് ഇല്ലാതെ നടക്കില്ല. ഇപ്പൊ നിങ്ങളോട് എതിർത്ത് നിൽക്കുന്ന ഒരാളോട് അല്ലെങ്കിൽ നിങ്ങളുടെ ആശയങ്ങളോട് യോജിക്കാത്ത ഒരാളോട് സമാധാനം ഉണ്ടാകണമെങ്കിൽ നിങ്ങൾക്ക് ആശയങ്ങൾ കോംപ്രമൈസ് ചെയ്യും. അതായത് കുറച്ച് വീട്ടുകൾ ഒരു കോമൺ മിഡിൽ ഗ്രൗണ്ടിലേക്ക് പോകേണ്ടി വരും. ഈ കോമൺ മിഡിൽ ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഒരു മനുഷ്യരുടെ ഒരു സിസ്റ്റം അനുസരിച്ച് നോക്കിയാൽ വളരെ നല്ല കാര്യമാണെങ്കിലും ദൈവത്തിന്റെ നീതി വെച്ച് നോക്കിയാൽ ഒരു ഗ്രൗണ്ട് അല്ലാതെ ഓൾ അതർ ഗ്രൗണ്ട്സ് ആർ സിങ്കിങ് സാൻഡ്. അങ്ങനെയാണ്. യേശുക്രിസ്തുവിന്റെ ആ ഒരു നിലപാടല്ലാതെ ബാക്കി എല്ലാ നിലപാടും പാവമാണ്. ഇൻ ഓർഡർ ടു മേക്ക് പീസ് വിത്ത് മാൻ വി കനോട്ട് ലീവ് ദാറ്റ്. അത് മാത്രമേ ഉള്ളൂ പാറയിൽ അടിസ്ഥാനമിടുന്ന ഗ്രൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ടു റീച്ച് എ മിഡിൽ ഗ്രൗണ്ട് ടു മേക്ക് എ കോംപ്രമൈസ്, അത് ശരിക്കും സമാധാനം മനുഷ്യരോട് ഉണ്ടാക്കും. പക്ഷെ ദൈവത്തോടുള്ള നമ്മുടെ സമാധാനത്തെ എന്നേക്കുമായിട്ട് ഇല്ലാതെയാക്കും. നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിക്കുന്നത് മാനുഷികമായ സമാധാനങ്ങൾ ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, പീസ് മേക്കേഴ്സ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കിയ ക്രിസ്തീയ സമാധാനം അങ്ങനെ വരുന്ന ഒരു സാധനമല്ല. ക്രിസ്തീയ സമാധാനം എന്ന് പറയുന്നത് ഞാൻ ക്രിസ്തുവിനെ അനുസരിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ്. ഇപ്പൊ ഭാര്യാഭർത്തൃ ബന്ധമാണെങ്കിലും ഭാര്യയുടെ ഭാഗത്ത് 100 മിസ്റ്റേക്സ് ഉണ്ടെങ്കിലും ഭർത്താവിന്റെ ഭാഗത്ത് 100 മിസ്റ്റേക്സ് ഉണ്ടെങ്കിലും അതിന് നടുവിൽ വന്ന് കോംപ്രമൈസ് ചെയ്യുന്നതല്ല സമാധാനം. അതിന് നടുവിൽ ക്രിസ്തുവിനെ പോലെ ആകുന്നതാണ് സമാധാനം. ഇവിടെ ഒരു മിഡിൽ ഗ്രൗണ്ട് ഇല്ല. യു ആർ കോൾഡ് ടു ലിവ് ഓൺലി വൺ ലൈഫ് ആൻഡ് ദാറ്റ്സ് ദ ലൈഫ് ഓഫ് ക്രൈസ്റ്റ്. അതിനിപ്പുറത്തേക്ക് യാതൊരു മിഡിൽ ഗ്രൗണ്ടും ഇല്ല. ഇഫ് യു അബ്യൂസ്ഡ് ഓർ ത്രോൺ അവേ, ഒറ്റ സൊല്യൂഷനേ ഉള്ളൂ, തിരിച്ച് സ്നേഹിക്കുക. There is no middle ground anywhere in our Christian walk. നടു ഗ്രൗണ്ട്, അതിനെന്താ പറയുന്നത്, ഇടനിലം ഇല്ല. അപ്പോൾ കോംപ്രമൈസിലൂടെ ഉണ്ടാകുന്ന ഒരു സമാധാനമല്ല, കൊല്ലപ്പെടാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നതിലൂടെ ഉണ്ടാകുന്ന സമാധാനമാണ്. ആക്രമിക്കപ്പെടാൻ ഒരു പ്രാവിനെ പോലെ ഏൽപ്പിച്ചു കൊടുക്കുന്ന സമാധാനമാണ് ശരിക്കും ദൈവം നമുക്ക് തരുന്ന സമാധാനം. അത് ഇവിടെ ഒരു പശ്ചാത്തലം അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കഷ്ടതകളെ കുറിച്ചാണ് ഈ അധ്യായം പറയുന്നത്. നമ്മൾ ദൂരെയുള്ള കഷ്ടതകളെ കുറിച്ച് നമ്മൾ പറയും, അവിടെ ചിലപ്പോൾ നമ്മൾ ജയിച്ചെന്നും വരാം. പക്ഷെ നമ്മുടെ ഇമ്മീഡിയറ്റ് കോണ്ടെക്സ്റ്റിൽ ഉണ്ടാകുന്ന, പശ്ചാത്തലത്തിൽ ഉണ്ടാകുന്ന കഷ്ടതകൾ, അവിടെയാണ് പലപ്പോഴും നമ്മൾ സഫർ ചെയ്യാൻ പറ്റാതെ വരുന്നത്. അപ്പൊ ദൈവികമായ ഒരു നിലപാടിന് വേണ്ടി കോംപ്രമൈസ് ചെയ്ത് പീസ് ഉണ്ടാക്കിയാണ് ഇന്ന് ആളുകൾ സമാധാനം ഉണ്ടാക്കുന്നത്. എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരാളുമായി കോംപ്രമൈസ് ചെയ്യാൻ 50% വഴി തിരിച്ചു നടന്നാൽ ഇനി വേറൊരാളുമായിട്ട് അടുത്തൊരാളുമായിട്ട് കോംപ്രമൈസ് ചെയ്യാൻ വീണ്ടും ഒരു 50% പിറകോട്ട് നടന്നാൽ, അങ്ങനെ കുറെ ആൾക്കാരുമായിട്ട് കോംപ്രമൈസ് ചെയ്യുമ്പോഴേക്കും നമ്മൾ എവിടെ തുടങ്ങിയെന്നോ എവിടെ തീരുമെന്നോ ഒന്നും ഒരു പിടിയില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മൾ വരും. പീസ് ഈസ് എസെൻഷ്യലി സംതിങ് ദാറ്റ് കംസ് ഔട്ട് ഓഫ് ദ ക്രോസ് ഓഫ് ക്രൈസ്റ്റ്. സഫറിങ്ങിനകത്തുണ്ടാകുന്ന, ദൈവത്തിന് മാത്രം ബോധ്യപ്പെടുത്തി തരാൻ പറ്റുന്ന, മനുഷ്യബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സമാധാനം. I am at peace with myself when I obey the Lord and when I am in His will on that solid ground. ആ ഉറപ്പുള്ള പാറയുടെ മുകളിൽ മാത്രമാണ് നമുക്ക് യഥാർത്ഥമായ സമാധാനമുള്ളത്. സോ പീപ്പിൾ ക്യാൻ അക്യൂസ് us, അല്ലെ നമ്മളെ എറിഞ്ഞു കളയാം, നമ്മളെ ഉപദ്രവിക്കാം, ഇല്ലാത്തവെന്ന് പറയാം, കഴിവില്ലാത്തവെന്ന് പറയാം. പക്ഷെ നമുക്കൊരു സമാധാനമുള്ളത് ആ ഒരു സോളിഡ് ഗ്രൗണ്ടിൽ മാത്രം. അപ്പൊ ഏത് റിലേഷൻഷിപ്പിലും, അത് മാതാപിതാക്കളായാലും മക്കളായാലും സഹോദരങ്ങളായാലും ഭാര്യ ഭർത്താക്കന്മാരായാലും ആ മിഡിൽ ഗ്രൗണ്ടിലേക്ക് വന്നല്ല വിശ്വാസി പീസ് ഉണ്ടാക്കേണ്ടത്, ഗ്രൗണ്ടിലേക്ക് വന്നുകൊണ്ടാണ്. സോ that will be our peace with the Father in heaven. പിന്നെ ബാക്കിയുള്ളതൊക്കെ ദൈവം തന്നോളൂ. അപ്പൊ അപ്പോസ്തലന്മാര് ഇത് അഡ്വൈസ് ചെയ്യുമ്പോഴെല്ലാം അവരുടെ മനസ്സിലുള്ളത് സമാധാനം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ആ ഒരു സാധനമല്ല. ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച സഭയിൽ സംസാരിച്ചപ്പോൾ ഈ സെൽഫ് ഡെല്യൂഷൻ എന്നുള്ള വിഷയത്തെ കുറിച്ചാണ് പറഞ്ഞത്. അതുകൊണ്ട് ഈ ക്രിസ്തുവിന്റെ പൊസിഷൻ ആണെന്നും വിചാരിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ പിടിവാശികളെല്ലാം ക്രിസ്തുവിന്റെ പൊസിഷൻ ആക്കി മാറ്റരുത്. അങ്ങനെയുള്ള പിടിവാശികൾ സമാധാനം എടുത്തു കളയും. അത് വേറൊരു കാര്യം. ഉദാഹരണത്തിന് ചില ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു, ഞാൻ കർത്താവിന്റെ സൈഡിലാണ് നിൽക്കുന്നത്. പക്ഷെ കർത്താവിന്റെ സൈഡിലാവണം നിർബന്ധമില്ല. സ്വന്തം സെൽഫ് റൈറ്റ്യസ്നെസ്, സ്വയനീതിയെ തന്നെ ആയിരിക്കും ആ ആള് കർത്താവ് എന്ന് വിളിക്കുന്നത്. ഇപ്പൊ യേശു ക്രിസ്തുവിൻ നിൽക്കുന്നു എന്ന് അവകാശപ്പെടുന്നയാൾ, നമ്മള് വിശുദ്ധീകരണത്തിന്റെ യോഹന്നാന്റെ ലേഖനം നമ്മൾ അത്യാവശ്യമായിട്ടൊന്ന് തീർക്കേണ്ടതായിട്ടുണ്ട്. അത് എബ്രായ ലേഖനവും യോഹന്നാന്റെ ലേഖനം. ഇതിനു ശേഷം അതിനും സമയം, ലോക്ക്ഡൌൺ നീളുന്നതനുസരിച്ച് നമുക്ക് സമയം കൂടുതൽ കിട്ടും. ലോക്ക്ഡൌൺ എപ്പോൾ തീരുന്നോ, മീറ്റിംഗ്സ് സ്റ്റാർട്ട് ചെയ്യുന്നോ, അപ്പോൾ നമ്മുടെ സമയങ്ങൾ ഇല്ലാതാവും. അപ്പം മാക്സിമം ഇത് ലോക്ക്ഡൌൺ എത്ര നാളുണ്ടോ അത്രയും നാൾ കണ്ടിന്യൂ ചെയ്യാൻ കഴിയുള്ളൂ. കാരണം ഐ നീഡ് ടു ട്രാവൽ ആൻഡ് സ്പീക്ക് ഇൻ ഡിഫറെന്റ് ചർച്ചസ്. അപ്പം ഇത് എങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല.
അപ്പോൾ അതിനു മുമ്പ് എബ്രായ ലേഖനവും യോഹന്നാന്റെ ലേഖനവും ഫിനിഷ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് എന്റെ ആഗ്രഹം. ബാക്കിയുള്ള ലേഖനങ്ങൾ അതിന് പിറകെ നമുക്ക് ചിന്തിക്കാം. അപ്പൊ വിശുദ്ധീകരണത്തെ കുറിച്ച് പറയുമ്പോൾ എന്റെ പൊസിഷൻ ക്രിസ്തുവിന്റെ പൊസിഷൻ ആണോ എന്നറിയാനുള്ള ഒരു വഴിയുണ്ട്. അത് എന്റെ പിടിവാശികൾ കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ ഒരു പൊസിഷൻ ആണോ, അതോ ക്രിസ്തുവിന്റെ പൊസിഷൻ തന്നെയാണോ ഞാൻ പീസിൽ നിൽക്കുമ്പോൾ എനിക്ക് ഉള്ളത് എന്ന് അറിയാനുള്ള വഴി യോഹന്നാന്റെ ലേഖനം ഒന്ന് ശരിക്കും വായിക്കുന്നതാണ്. ആ യോഹന്നാന്റെ ലേഖനങ്ങളിൽ വളരെ വ്യക്തമായിട്ട് പറയുന്ന കാര്യം, കാണുന്ന സഹോദരനെ സ്നേഹിക്കാൻ കഴിയാത്തവരെ കാണാത്ത ദൈവത്തെ സ്നേഹിക്കാൻ കഴിയില്ല. ഇഫ് യു ഡോണ്ട് ലവ് യുവർ ബ്രദർ whom you can see, യാക്കോബിന്റെ ലേഖനത്തിൽ അത് പറയുന്നുണ്ട്, യോഹന്നാന്റെ ലേഖനത്തിലും ആ സ്നേഹത്തെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അങ്ങനെ സ്നേഹിക്കാൻ പറ്റാത്ത ഒരാൾക്ക്, നിങ്ങൾക്ക് ഒരു സഹോദരനെ സ്നേഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ദൈവത്തിന്റെ പക്ഷത്തല്ല നിൽക്കുന്നത്, നിങ്ങൾ നിങ്ങളുടെ പക്ഷത്താണ് നിൽക്കുന്നത്. ഇഫ് യുവർ ആക്ഷൻസ് ആർ നോട്ട് സോൾട്ടഡ് വിത്ത് ലവ്, നിങ്ങൾ സ്നേഹം എന്ന ഉപ്പിനാൽ രുചി വരുത്താത്തവരാണെങ്കിൽ, നിങ്ങളുടെ ആക്ഷൻസ് സ്നേഹമെന്ന്, നമ്മള് വഴക്കൊക്കെ ഉണ്ടാക്കിയാലും എന്തെങ്കിലും ദേഷ്യപ്പെട്ടാൽ പോലും അതിനകത്തൊരു സ്നേഹം, മക്കളോടായാലും സംസാരിക്കുമ്പോൾ അതിനകത്ത് സ്നേഹം എന്ന സോൾട്ട്, ഇറ്റ്സ് നോട്ട് സോൾട്ടഡ് വിത്ത് ലവ്, അത് നമ്മുടെ ലവ് അല്ല, ദൈവികമായ സ്നേഹം സോൾട്ടഡ് ആണ് നമ്മുടെ പെരുമാറ്റമെങ്കിൽ നമുക്ക് ഒരു കാര്യം, ആ ഒരു കാര്യത്തിൽ മാത്രമേ നമുക്ക് ക്രിസ്തുവിന്റെ കൂടെയാണ് നമ്മൾ ഉറപ്പിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ വെൻ വി ആർ അറ്റാക്ട്, നമ്മൾ ക്രിസ്തുവിന്റെ ഗ്രൗണ്ടിൽ നിന്ന് മാറുന്നില്ല, എപ്പോഴും അവിടെ തന്നെ നിൽക്കുന്നു. പക്ഷെ അതേ സമയത്ത് നമ്മൾ എല്ലാവരെയും സ്നേഹിക്കുന്നു, ആരോടും ദുഷ്ടമനോഭാവമില്ല, ആരോടും മത്സരത്തിൽ ജയിക്കണമെന്നില്ല, ആരും നല്ലത് പറയണമെന്നുമില്ല. ക്രിസ്തുവിന്റെ ഗ്രൗണ്ടിൽ നിൽക്കുന്നത് എങ്കിൽ നിർബന്ധമൊന്നുമില്ല, കാരണം നിർബന്ധമില്ല. പത്രോസിന്റെ ലേഖനത്തിൽ പറയുന്നത് എന്താ? സന്ദർശന ദിവസത്തിൽ അവർ നിങ്ങളെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അതായത് ദൈവം അവരെ സന്ദർശിക്കുന്ന നാളിൽ, അതുവരെ നമ്മളൊരു കുറ്റം പറയുമായിരിക്കും. അപ്പൊ പീസ് എന്ന് പറയുന്നത് നമുക്ക് എളുപ്പത്തിൽ കിട്ടുന്ന ഒരു സാധനമല്ല, നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സാധനമല്ല, അത് ദൈവത്തിന്റെ കൃപയാണ്. ദൈവത്തിന്റെ കൃപയോടുകൂടി ലഭിക്കുന്ന ദൈവിക സ്വഭാവത്തിന്റെ ഭാഗമാണ് പീസ് എന്ന് പറയുന്നത്. യേശു ക്രിസ്തുവിന്റെ ലൈഫ് നമ്മൾ നോക്കുമ്പോൾ അറിയാം, ചുറ്റുപാടും ഉപദ്രവങ്ങൾ വർദ്ധിക്കുമ്പോഴും എതിർപ്പുകൾ വർദ്ധിക്കുമ്പോഴും ഒറ്റപ്പെടുമ്പോഴും എല്ലാം കർത്താവിനും പിതാവുമായ ഒരു സമാധാനം ഉണ്ടായിരുന്നു. ദാറ്റ് വാസ് നെവർ അപ്സെറ്റ്, അതൊരിക്കലും തകർന്നു പോയിട്ടില്ല. ക്രൂശിൽ മരിക്കുമ്പോൾ വരെ ഹി വാസ് വെരി പീസ്ഫുൾ വിത്ത് ഗോഡ്. അതുകൊണ്ട് തന്നെ കർത്താവിന്റെ എല്ലാ പ്രവൃത്തികളിലും നമുക്ക് ആ പെർഫെക്ഷൻ കാണാം. അപ്പൊ ഈ സമാധാനം നമ്മുടെ ഉള്ളിലേക്ക് വരിക എന്ന് പറയുന്നത് ഒരു അൺകോംപ്രമൈസിങ് പൊസിഷൻ ഓഫ് ലവ് ആണത്. സ്നേഹത്താൽ ഉണ്ടാകുന്ന ഒരു പെർഫെക്റ്റ് പൊസിഷനിങ്. ആ പെർഫെക്റ്റ് പൊസിഷനിങ്ങിലാണ് നമുക്ക് സമാധാനം അനുഭവിക്കാൻ കഴിയുന്നത്. നമ്മൾ സമാധാനം എന്ന് പറയുമ്പോൾ വെറുതെ മനുഷ്യരുമായി കോംപ്രമൈസ് ചെയ്യുന്നതാണ് ആ സമാധാനം എന്ന് വിചാരിക്കരുത്. അങ്ങനെ പെട്ടെന്ന് നമ്മൾ വിചാരിക്കും ആ കോംപ്രമൈസ് ആണ് സമാധാനം. അപ്പൊ നിങ്ങൾ അപ്പൊ വിട്ടുകൊടുക്കരുതെന്നാണോ ബ്രദറെ പറയുന്നത്? അങ്ങനെയല്ല പറഞ്ഞത്. ഇതിനകത്തെല്ലാം ഒത്തിരി സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകാം. വിട്ടുകൊടുക്കരുതെന്നും അല്ല ഈ പറയുന്നത്. നമുക്ക് കോംപ്രമൈസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഉദാഹരണത്തിന് രോഗസംബന്ധമായ ഒരു കാര്യം, ഒരാൾക്ക് 100 രൂപ കൊടുക്കാൻ അയാൾ തർക്കിക്കാൻ എനിക്ക് എന്റെ ഓർമ്മയനുസരിച്ച് ഞാൻ കൊടുത്തതാണ്. ഇപ്പൊ കോംപ്രമൈസ് ചെയ്യാൻ എന്ത് ചെയ്യണം? 100 രൂപ കൊടുത്തേക്ക്, നഷ്ടമൊന്നുമില്ല. ആ കോംപ്രമൈസ് ചെയ്യരുതെന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ വേറൊരു കാര്യത്തിന് വേണ്ടി പിടിവലിയിലാണെങ്കിൽ വിട്ടുകൊടുക്കാത്ത കോംപ്രമൈസ് നേച്ചറിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. യേശുക്രിസ്തുവിന്റെ ലൈഫിലെ പ്രിൻസിപ്പിൾസ്, അതുമായിട്ട് കോംപ്രമൈസ് വേണ്ടെന്നാണ്. അതായത് സ്നേഹം എന്ന പ്രിൻസിപ്പിളിന്റെ മേൽ കോംപ്രമൈസ് ഇല്ല, ക്ഷമിക്കുക എന്നുള്ള പോളിസിയുടെ മേൽ കോംപ്രമൈസ് ഇല്ല. ഈ ഒരു പ്രാവശ്യം മാത്രം 2 വർത്താനം കൊണ്ട് പറയാം, നാളെ മുതൽ ഞാൻ ക്ഷമിക്കാം, അങ്ങനെയല്ല. നോ കോംപ്രമൈസ്. ക്രൈസ്റ്റ് ലൈഫ്, അതിനപ്പുറത്തേക്ക് യാതൊരു റിയാലിറ്റിയും ഇല്ല, വേറൊരു ഗ്രൗണ്ടും നമുക്ക് തൃപ്തി തരുന്നതുമല്ല, സമാധാനം ഉണ്ടാക്കുന്നതുമല്ല. കോംപ്രമൈസിങ് സ്റ്റാൻഡ്. ഇപ്പൊ ലോകത്തെക്കുറിച്ച്, പണത്തെക്കുറിച്ച്, ലോകത്തിന്റെ മഹത്വത്തെക്കുറിച്ച്, പുല്ലിലെ പൂ പോലെ, വയലിലെ പുല്ലിലെ പൂ പോലെ വാടുന്നതാണ് ലോകത്തിന്റെ മഹത്വം എന്ന് ബൈബിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോംപ്രമൈസ് ചെയ്യേണ്ട കാര്യമില്ല. ലെറ്റ് ഇറ്റ് പെരിഷ്. ഓക്കെ, അവിടെയാണ് അൺകോംപ്രമൈസിങ്. നമ്മുടെ വേൾഡ് വ്യൂ എന്ന് പറയുന്നത്, നമ്മുടെ കാഴ്ചപ്പാട്, അൺകോംപ്രമൈസിങ് കാഴ്ചപ്പാട് ഉണ്ടാകുന്നത്. ആ വാക്ക് ഈ 2 കൊരിന്ത്യർ ലേഖനത്തിന്റെ പശ്ചാത്തലത്തിൽ വളരെ പ്രധാനമാണ്. കാരണം ഇനി അങ്ങോട്ട് സഫറിങ്ങിന്റെ കാര്യമാണ് കൂടുതലും പൗലോസ് സംസാരിക്കുന്നത്. ഓക്കെ, നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്ന് കർത്താവായ യേശുക്രിസ്തുവിൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. അടുത്ത വാക്യം, മനസ്സലിവുള്ള പിതാവും സർവ ആശ്വാസവും നൽകുന്ന ദൈവവുമായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. അപ്പൊ ഇവിടെ പറഞ്ഞൊരു വാക്ക് ഈ കഷ്ടതയുടെ കോണ്ടെക്സ്റ്റിൽ ഇത് എഴുതപ്പെട്ടിരിക്കുന്നത് കൊണ്ട്, ഈ ലേഖനം എഴുതപ്പെട്ടിരിക്കുന്നത് കൊണ്ട്
കഷ്ടതയുടെ പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നുണ്ട്. ഇവിടെ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു വാക്കിലാണ് സർവ ആശ്വാസവും നൽകുന്ന ദൈവം. ഈ വാക്യം നമ്മൾ ഒന്ന് കരുതുന്നത് നല്ലതാണ്. എന്താണ് നമ്മുടെ കോംപ്രമൈസിങ് ആറ്റിറ്റ്യൂഡ്? ഇവിടെ എല്ലാം ഒരു കോംപ്രമൈസ്. സർവ്വ ആശ്വാസവും നൽകുന്ന ദൈവം. ഉദാഹരണത്തിന് ഒരു മരണ വീട്ടിലേക്ക് നമ്മൾ ചെന്ന് നമുക്ക് അവരെ ആശ്വസിപ്പിക്കണം, അല്ലെങ്കിൽ ദുഃഖത്തിലിരിക്കുന്ന ഒരു വീട്ടിൽ ചെന്ന് നമ്മുടെ ആഗ്രഹം അവർക്ക് ഇത്തിരി ആശ്വാസം ഉണ്ടാകും. അതിന് സാധാരണഗതിയിൽ മാനുഷികമായ ഒരു പണി കാണിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് പാസ്റ്റേഴ്സ് ആയാലും ശുശ്രൂഷകർക്കായാലും പറ്റുന്ന ഒരു പ്രോബ്ലം ഇതാണ്, അല്ലെങ്കിൽ സാധാരണ വിശ്വാസികൾക്കായാലും നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ മരണ വീട്ടിൽ നമ്മൾ എങ്ങനെയായിരിക്കും പ്രാർത്ഥിക്കുന്നത്? വചനങ്ങളെല്ലാം കോട്ട് ചെയ്ത് ഈ ആത്മാവ് ഇന്ന് കർത്താവിന്റെ കൂടെ വിശ്രമിക്കുകയായതിനാൽ സ്തോത്രം എന്നൊക്കെ പറഞ്ഞ്, അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രാർത്ഥിക്കുന്നത് ഈ ദുഃഖത്തിലിരിക്കുന്ന കുടുംബങ്ങൾ കേട്ട് നമ്മുടെ വാക്കുകൾ അവർ ശ്രദ്ധിച്ച്, നമ്മൾ കോട്ട് ചെയ്യുന്ന വാക്യങ്ങൾ ശ്രദ്ധിച്ച് അവര് ആശ്വാസം കണ്ടെത്താൻ വേണ്ടിയാണ് ഞാൻ ഈ പ്രാർത്ഥനയിൽ ഈ ഫ്രേസസ് എല്ലാം ഉപയോഗിക്കുന്നത്. ഞാൻ പറയുന്നതിന്റെ വ്യത്യാസം മനസ്സിലാകുന്നുണ്ടോ? അല്ലാതെ എന്റെ പ്രാർത്ഥന കേട്ട് ദൈവം ആന്തരികമായി അവരെ ആശ്വസിപ്പിക്കും എന്നുള്ള വിശ്വാസത്തെക്കാളും ഞാൻ ദൈവത്തോട് കർത്താവെ അവരെ ആശ്വസിപ്പിക്കണമേ എന്ന് പറഞ്ഞ് ദൈവം അവരെ കേട്ട് ആന്തരികമായി ആശ്വസിപ്പിക്കുന്നതിനേക്കാളും എന്റെ പ്രതീക്ഷ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മനോഹരമായി ഉപയോഗിക്കുന്ന ചില വാക്കുകളും പ്രാർത്ഥനയ്ക്കായി ഉപയോഗിക്കുന്ന സങ്കേതങ്ങളും അവരെ ആശ്വസിപ്പിച്ചോളും എന്നാണ്. അതുകൊണ്ടാണ് പൗലോസ് എടുത്തു പറയുന്നത്, നമുക്ക് പലപ്പോഴും നമ്മുടെ ടെക്നിക്ക് കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ വാക്പ്രയോഗങ്ങൾ കൊണ്ട് ആളുകളെ ആശ്വസിപ്പിക്കാൻ നമുക്കറിയാം. അതൊരു പരിധിവരെ ഹ്യൂമൻ ആശ്വാസം നമുക്ക് സാധിക്കും, കൊടുക്കാൻ പറ്റും. നമുക്കൊരു വേർഡ് ഓഫ് അഷുറൻസ് നേരിട്ട് കൊടുക്കാൻ പറ്റും. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പോലും സർവ്വ ആശ്വാസവും നൽകുന്ന ദൈവം അവരെ ആശ്വസിപ്പിക്കുന്നല്ല, എന്റെ മനോഹരമായ പ്രാർത്ഥന കേട്ടിട്ട് അതിലെ വാക്യങ്ങൾ പിടിച്ചെടുത്ത് അവർ ആശ്വസിച്ചോളും എന്നാണ് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത്. അപ്പൊ ഇവിടെ പറയുന്ന സർവ്വ ആശ്വാസവും നൽകുന്നവൻ ദൈവമാണ്. അപ്പൊ ദുഃഖത്തിലിരിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ ഇത്ര ദൈവത്തോടാ പറയുന്നത്, ദൈവമേ നീ അവരെ ആശ്വസിപ്പിക്കണം, ദൈവികമായ ആശ്വാസം അവരുടെ നൽകണം. കാരണം സർവ്വ ആശ്വാസത്തിന്റെയും ഉടയവൻ ദൈവമാണ്. അവന് മാത്രമേ ആശ്വസിപ്പിക്കാൻ കഴിയുള്ളൂ. മനുഷ്യന്റേത് താൽക്കാലികമാണ്, മനുഷ്യന്റെ പരിശ്രമങ്ങളും താൽക്കാലികമാണ്. അപ്പൊ ആന്തരികമായ ആശ്വാസം നൽകുന്നവനായ ദൈവം, ആ ഒരു പ്രയോഗം അവിടെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇതൊരു കഷ്ടതയുടെ പശ്ചാത്തലത്തിലാണ് ഇത് എഴുതപ്പെട്ടിരിക്കുന്നത്. നമ്മൾ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്തുകൊണ്ടാണ് കഷ്ടത ഉണ്ടാകുന്നത്? Why does the Lord allow suffering in a Christian's life? ഇതിന് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഉത്തരം 2 കൊരിന്ത്യർ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നു വളരെ കൃത്യമാണ്, ഓൺ ടാർഗറ്റ്. ഇത്രയേ ഉള്ളൂ. ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലും ഉള്ളവരെ ആശ്വസിപ്പിക്കാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. അപ്പം ദൈവം ഞങ്ങൾക്ക് തരുന്ന അതേ ആശ്വാസം നിങ്ങൾക്കും ലഭിക്കേണ്ടതിനാണ് ഞങ്ങളെ കഷ്ടതയിലൂടെ നയിക്കുന്നത്. അത് ഒരു ദൈവത്തിന്റെ ഒരു രീതിയാണ്. കഷ്ടങ്ങളിലൂടെ കടന്നുപോയ അനേകം വിശുദ്ധന്മാർ നമ്മുടെ മുൻപിലുണ്ട്. ഞാൻ ഈ വിശ്വാസത്തിന്റെ ഒരു വലിയ സ്ട്രഗിളിലൂടെ പോകുന്നത് പലപ്പോഴും ഈ അടുത്തിടെ ആളുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു സ്ട്രഗിളിനെ കുറിച്ച്. നിങ്ങൾക്ക് ഇങ്ങനെ സ്ട്രഗിൾ ഉണ്ടോ? പ്രത്യേകിച്ച് ഈ പ്രോസ്പെരിറ്റി ചർച്ചകളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് വെളി വരുന്നവർക്ക് ഇങ്ങനൊരു സ്ട്രഗിൾ ഉണ്ടാകാം. അതായത് ഇപ്പൊ നമുക്കൊരു കൊറോണ പോലൊരു അസുഖം വന്നു എന്ന് വിചാരിച്ചു. ഓക്കെ, ചില ആൾക്കാർക്ക് ഇങ്ങനെയൊക്കെ പറയുന്നത് തന്നെ തെറ്റാ. കാരണം അങ്ങനെ എങ്ങാനും പറഞ്ഞാൽ വരുമോ എന്നൊരു പേടി വരും. അതൊരു അന്ധവിശ്വാസമാണ്. കൊറോണ വരില്ല, വൈറസ് വന്നാൽ മാത്രമേ കൊറോണ വരൂ. ഓക്കെ, അപ്പൊ നമ്മളൊരു ചോദ്യം ചോദിക്കുകയാണ്, എന്തുകൊണ്ടാ കർത്താവേ ഈ കൊറോണ വന്നിരിക്കുന്നത്? അപ്പൊ ഇത് എന്തുകൊണ്ടാ എനിക്ക് കിട്ടിയത്? സഫറിങ്. പൗലോസിന്റെ ഭാഷ പറഞ്ഞാൽ ഈ കൊറോണ വന്ന മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയാണ്. സാരമില്ല, ഞങ്ങളെ ദൈവം ആശ്വസിപ്പിച്ചിട്ടുണ്ട്. ഇത് എങ്ങനെ ആശ്വസിപ്പിച്ചതിന്റെ താഴെ ഉണ്ട്, എങ്ങനെ ആശ്വസിപ്പിച്ചതിന് താഴെ ഉണ്ട്. അത് നമ്മൾ ഇന്ന് വായിക്കുമ്പോൾ കൂടുതൽ താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഓക്കെ, എന്നാൽ ഈ കഷ്ടതയിലൂടെ ദൈവം ലോകത്തെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. ദൈവം എല്ലാവരും സ്നേഹിക്കുന്ന ഒരു പാവം ദൈവമായിട്ട് മാത്രം കാണുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ദൈവം എല്ലാവരെയും സ്നേഹിക്കുക മാത്രമല്ല, ദൈവം എല്ലാവരെയും
സൃഷ്ടിക്കുകയും അവന്റെ തേജസ്സിലേക്ക് നടത്താൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു ദൈവം കൂടിയാണ്. അവൻ തീക്ഷ്ണവാനായ ഒരു ദൈവം കൂടിയാണ്. അപ്പൊ ലോകത്തിൽ ഇത്ര സഫറിങ് ദൈവം അനുവദിക്കുമ്പം അല്ല, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പാഠം, ലോകം വളരെ ക്ഷണികവും നമ്മുടെ ജീവൻ ഏതു സമയത്തും പോകുന്നതാണെന്നും അതുകൊണ്ട് അവശേഷിക്കുന്ന ജീവിതം എത്ര കുറവായാലും കൂടുതലായാലും ക്രിസ്തു നമ്മിൽ ജീവിക്കുന്നത് മാത്രമേ നമുക്ക് മുതലാവുകയുള്ളൂ എന്നും ബാക്കിയുള്ളതൊന്നും ലാസ്റ്റിംഗ് പ്രയോജനമുള്ളതല്ലെന്നും ഇതൊന്നും അനുഭവിക്കാതെ ഒരു സെക്കൻഡ് കൊണ്ട് ഞാൻ നമ്മളെ ബോധ്യപ്പെടുത്താനും കൂടെ വേണ്ടിയാണ് ഈ കഷ്ടതകൾ വരുന്നത്. ഈ ലോകത്തെ നമ്മൾ വെറുക്കുവാൻ, ലോകത്തിന്റെ സിസ്റ്റത്തിൽ നമ്മൾ രക്ഷപ്പെടുവാൻ ഇങ്ങനെയുള്ള കഷ്ടതകളിലൂടെ നമ്മൾ കിടക്കേണ്ടത് ആവശ്യമാണ്. ഓക്കെ, അപ്പോൾ പലരും ചോദിക്കുന്ന ചോദ്യം, ദൈവം എന്തിനെങ്ങനെ കഷ്ടതകൾ അയക്കുന്നത്? നമ്മൾ കൃത്യമായിട്ട് കാണുന്നുണ്ട് ഈ ലോകം നമുക്ക് വാസയോഗ്യമല്ലെന്നും വളരെ വേഗം ഇത് വസിക്കാൻ പറ്റാത്തൊരു സ്ഥലമാകുമെന്നും അതിനു മുമ്പ് കർത്താവ് നമ്മളെ ആ ഒരു അവസ്ഥയിലാകുമ്പോഴേക്കും കർത്താവ് നമ്മളെ ഇതിനെല്ലാം നശിപ്പിച്ചു കളയും. നമ്മൾ ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്. സോ ബൈബിൾ ഡസ് നോട്ട് ആസ്ക് us to make any lasting deposit here. ഓക്കെ, അപ്പം നാശം നമ്മൾ മറന്നു പോകുന്നതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ദൈവം കുലുക്കി അത് ഓർമ്മിപ്പിക്കുന്നത്. ഡിസ്ട്രക്ഷൻ ഈസ് അറൌണ്ട് യു, അറൌണ്ട് ദ കോർണർ. അത് ആ മൂലയ്ക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ലേഖനം വായിക്കുന്നുണ്ട്, ന്യായവിധി ദൈവത്തിന്റെ ഗ്രഹത്തിൽ ആരംഭിച്ചാൽ അത് മറ്റുള്ളവരുടെ കാര്യം എന്താവും. അപ്പം നമുക്ക് ഇത്രയും പേടിയാണെങ്കിൽ ദൈവത്തിന്റെ ഒരു പ്രവൃത്തിയോട് നമുക്ക് ഇത്രയും വലിയ പേടി, ഭൂമിയോടുള്ള ന്യായവിധി അത് വരുമ്പോൾ വിശ്വാസിക്കും കിട്ടിയ ഒരു പങ്ക് അത് വന്നുകൊണ്ടിരിക്കുവാണല്ലോ. അതിങ്ങനെ ഡിസ്ട്രക്ഷനിലൂടെ ഇങ്ങനെ മുഴുവൻ പ്രകൃതിയും പോയിക്കൊണ്ടിരിക്കുക. അപ്പം വിശ്വാസിക്ക് ഒരു പങ്ക് കിട്ടും. അപ്പോഴേക്കും അവന്റെ അവസ്ഥ ഇതാണെങ്കിൽ ഒരു പ്രത്യാശയും ഇല്ലാത്ത അവിശ്വാസിയുടെ അവസ്ഥ എന്തായിരിക്കും? So when God starts judgment on the people for their unbelief, ഒരു പങ്ക് നമുക്കും കിട്ടും. ദൈവം മഴ അയക്കാതിരുന്നാൽ ഒരു പങ്ക് ഏലിയാവിനും കിട്ടും. ഏലിയാവിന് പ്രത്യേകമായിട്ട് മഴ അയക്കുന്നൊന്നുമില്ല. അപ്പോൾ സഫറിങ് എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു വീണുപോയ സമൂഹത്തിന്റെ ഭാഗമായി നമ്മൾ ഇരിക്കുന്നത് കൊണ്ടും കൂടെ ഇവർക്കെല്ലാം ഇതിനപ്പുറത്തേക്ക് ഒരു രാജ്യം ഉണ്ടെന്നും കർത്താവിന്റെ മഹത്വം നമ്മൾ അന്വേഷിക്കേണ്ട ഒന്നാണെന്നും ഈ ലോകത്തിന്റെ മഹത്വം നശിച്ചു പോകുന്നതാണെന്നും ബോധ്യപ്പെടുത്താൻ വേണ്ടി കൂടിയാണ് സഫറിങ് ഉണ്ടാകുന്നത്. 4-ാം വാക്യം പറയുന്നത് ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ഒരു ആശ്വാസമുണ്ട്. ആശ്വാസം എങ്ങനെ വന്നതെന്ന് നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ കാണുന്നുണ്ട്. 9-ാം വാക്യമൊക്കെ ആകുമ്പോഴേക്കും അത് ഇവിടെ എത്താൻ കഴിയും. ഓക്കെ, ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ ഞങ്ങളിൽ പെരുകുന്നത് പോലെ തന്നെ ക്രിസ്തുവിനാൽ ഞങ്ങളുടെ ആശ്വാസവും പെരുകുന്നു. അപ്പൊ ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ എന്ന് പറയാനുള്ള കാരണം എന്താണ്? യേശു ക്രിസ്തു നമ്മിലും അവനിൽ നമ്മളുമായിരിക്കുന്ന ഒരു കൂട്ടായ്മയിലേക്കാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ പറയുന്നത് യേശു ക്രിസ്തുവിന്റെ മരണത്തിന്റെയും പുനരുത്ഥാനത്തിന്റെയും അവന്റെ കഷ്ടാനുഭവ കൂട്ടായ്മ. കർത്താവ് പറഞ്ഞു, എന്റെ നുകം മൃദുവും എന്റെ ചുമട് ലഘുവുമാണ്. അപ്പൊ നുഖമുണ്ട്, എന്റെ കൂടെ ഞാനും ഉണ്ട്. കഷ്ടങ്ങളിലൊരു കൂട്ടായ്മയുണ്ട്. നമ്മൾ ഒറ്റയ്ക്ക് കഷ്ടപ്പെടുമ്പോൾ കർത്താവിന്റെ കൂടെയാണ് നമ്മൾ കഷ്ടപ്പെടുന്നത്. അവനോട് കൂടെ കഷ്ടം അനുഭവിച്ചു എന്നാണ്. അപ്പൊ നമ്മുടെ കഷ്ടങ്ങൾ നമ്മുടെ മാത്രം കഷ്ടങ്ങളല്ല, അത് കർത്താവിന്റെ കൂടെയുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, 2010 ഞങ്ങളുടെ 2ാമത്തെ മകൻ മരിക്കുമ്പോൾ ഞങ്ങൾ വളരെ ഡിപ്രസ്ഡ് ഒന്നും ആയില്ല. പക്ഷെ ഞങ്ങൾക്ക് അന്ന് കർത്താവിന്റെ ഒരു പ്രസൻസ് അനുഭവിക്കാൻ കഴിഞ്ഞു. ആ പ്രസൻസ് ഞങ്ങൾ അതിനുശേഷം വളരെ സ്ട്രോങ് ആക്കി. വിശ്വാസത്തിൽ കർത്താവിന്റെ ആ പ്രത്യാശയുടെ തേജസ്സിന് വേണ്ടി കാത്തിരിക്കാനുള്ള ആ ഒരു ബലം ആ കഷ്ടങ്ങളിലൂടെ ഞങ്ങൾക്ക് കർത്താവ് കുറച്ചൊക്കെ തന്നിട്ടുണ്ട്. അപ്പൊ ദൈവം ഇങ്ങനെ ഓരോ അവസരത്തിലൂടെ കടത്തി വിടുമ്പോൾ അവൻ കൂടെ തന്നെയാണ് നടക്കുന്നത്. നമ്മൾ എന്ത് കഷ്ടത്തിൽ കൂടെ പോയാലും അത് യേശു ക്രിസ്തുവിന്റെ കഷ്ടങ്ങളുടെ പങ്കാളിത്തമാണ്. കാരണം ഐ ആം എ സെർവന്റ്. ഈ ചില ആൾക്കാർ വിശ്വസിക്കുന്ന സുവിശേഷത്തിലേക്ക് ഇറങ്ങുമ്പോഴുള്ള കഷ്ടം മാത്രം ക്രിസ്തുവിലുള്ള കഷ്ടം. അങ്ങനെയല്ല. ഇഫ് യു ആർ യോക്ഡ് ടുഗദർ വിത്ത് ക്രൈസ്റ്റ്, നാം അവനോട് കൂടെ നുഖത്തിൽ ദാസന്മാരാണ്. അവനോട് കൂടെ നമ്മൾ അണ്ടർ യോക്കാണ്. നുഖം. നീതിമാൻ രക്ഷപ്പെടുന്നത് ഈ നുഖം വഹിച്ചാണ്. There's a participation with Christ
in each suffering that we come today. കർത്താവിന്റെ കൂടെ ഉള്ളതാണ്. അതുകൊണ്ടാണ് ക്രിസ്തുവിന്റെ കഷ്ടം ഞങ്ങളിൽ പെരുകുമ്പോൾ എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു നടക്കാത്ത ഒരു വഴിയിലൂടെ നമ്മൾ നടക്കുന്നില്ല. ആ കഷ്ടത്തെ നേരിടുന്ന ജയിക്കുന്ന കർത്താവാണ്. ആ കർത്താവിന്റെ കഷ്ടങ്ങളിലാണ് ഞാനും എന്റെ ജീവിതത്തിൽ ഓരോ അവസരത്തിലും പങ്കാളിയായി മാറുന്നത്. It's because I suffer because I am yoked together with a suffering servant. അവന്റെ കൂടെ കഷ്ടം അനുഭവിക്കും. അവന്റെ കൂടെ ഒരു തേജസ് പ്രാപിക്കും. അതുപോലെ തന്നെ അവന്റെ കൂടെ ഒരു കഷ്ടതയുടെ അവകാശവും നമുക്കുണ്ടെന്ന് വേദപുസ്തകം നമ്മോട് പറയും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ കഷ്ടത കടന്നിറങ്ങുന്ന ആളുകൾ വിശ്വാസത്തിൽ വളരെ ബലമുള്ളവരായിരിക്കും. ഓക്കെ, ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ ഞങ്ങളിൽ പെരുകുന്നത് പോലെ. അപ്പം വി നീഡ് എ തിയോളജി ഓഫ് കഷ്ടത എന്തുകൊണ്ട് എന്നുള്ളൊരു തിയോളജി, ഒരു വേദശാസ്ത്രം നമുക്ക് ആവശ്യമാണ്. അപ്പൊ കഷ്ടത പെരുകുന്നതനുസരിച്ച് കർത്താവ് എന്താ ചെയ്യുന്നത്? അവൻ ആന്തരികമായ ഒരു ആശ്വാസം, എന്തുമാത്രം കഷ്ടങ്ങൾ പെരുകുന്നുണ്ടോ അത്രയും ആശ്വാസം അവൻ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകരുന്നു. അതുകൊണ്ട് ഈ മൂന്നാം അധ്യായം 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പൗലോസ് പറയുന്നത് ഞങ്ങൾ വീണ് കിടക്കുന്നവരാണ്, നശിച്ചു പോകുന്നില്ല. അതായത് എന്ത് തരത്തിൽ ഞങ്ങൾ ഇടിച്ചാലും സംഭവിക്കുന്നില്ല. കാരണം ആന്തരികമായ ദൈവികമായ ആശ്വാസം, അത് കർത്താവിന്റെ കൂടെയുള്ള ആ ഒരു പാർട്ട്ണർഷിപ്പിലാണ് ഞങ്ങൾ ഇതെല്ലാം അനുഭവിക്കുന്നത്. കഷ്ടതയിൽ ഇരിക്കുന്നവർ പലപ്പോഴും തകർന്നു വളരെ പ്രധാനപ്പെട്ട കാരണം അവരുടെ കൂടെ ആ കഷ്ടാനുഭവങ്ങളിൽ പങ്കാളിയാകുന്ന യേശുക്രിസ്തുവിന്റെ ജീവൻ അനുഭവിക്കാത്തതുകൊണ്ട്. ഇപ്പൊ പാപം പെരുകിയെടുത്ത് കൃപ ഏറ്റവും പെരുകിയെന്ന് നമ്മൾ റോമാലേഖനത്തിൽ കാണുന്ന പോലെ ഇവിടെ കാണുന്ന കഷ്ടങ്ങൾ പെരുകിയെടുത്ത് ആശ്വാസവും വളരെയധികം പെരുകി എന്നുള്ളതാണ്. അപ്പൊ കഷ്ടങ്ങളിൽ നമ്മൾ ആശ്വാസം പ്രാപിക്കുമ്പോൾ എന്ന് മാത്രമല്ല മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാനും നമുക്ക് സാധിക്കും. ദൈവം നൽകുന്ന ആശ്വാസങ്ങൾ മറ്റുള്ളവർക്ക് നൽകുവാനും ദൈവത്തിന് നമ്മളിലൂടെ സാധിക്കും. അപ്പോൾ ആശ്വാസം പെരുകി കിട്ടിയിട്ടുള്ളവർ, കഷ്ടതയുടെ സഹിഷ്ണുതയും സഹിഷ്ണുതയിലൂടെ സിദ്ധതയും സിദ്ധതയുടെ പ്രത്യാശയും പ്രാപിച്ചവർ, അവർ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാനും മറ്റുള്ളവരെ രക്ഷിക്കാനും ഇവരുടെ മിനിസ്ട്രി ഉതകുന്നുണ്ട്. ഞങ്ങൾ കഷ്ടം അനുഭവിക്കുന്നുവെങ്കിൽ അത് നിങ്ങളുടെ ആശ്വാസത്തിനും രക്ഷയ്ക്കും ആകുന്നു. ഞങ്ങൾക്ക് ആശ്വാസം വരുന്നുവെങ്കിൽ അത് ഞങ്ങൾ സഹിക്കുന്ന കഷ്ടങ്ങൾ തന്നെ നിങ്ങളും സഹിക്കുന്നതിൽ നിങ്ങളുടെ ആശ്വാസത്തിന് ഫലിക്കുന്നു. അപ്പൊ ഇതിനകത്തെല്ലാം നമ്മൾ ഈ കഷ്ടതയെക്കുറിച്ച് പഠിക്കുമ്പോൾ പഠിക്കാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് വ്യക്തിപരമായി ഓരോരുത്തർക്ക് വരുന്നത് മാത്രമല്ല, ഒരു കൂട്ടത്തെ വരാവുന്ന ഒരു കാര്യമാണ്. കാരണം യെരുശലേം സഭയില് അന്ന് വലിയൊരു ദാരിദ്ര്യം ഉണ്ടായി. ഒരാൾക്കല്ല ഉണ്ടായി, ആരുടെയും കയ്യിൽ ഒന്നും ഇല്ലാതായി. അത് അഗബോസ് പ്രവചിച്ചിരുന്ന ലോകം മുഴുവൻ ഒരു വലിയ ക്ഷാമം ഉണ്ടാകുന്ന. ഇന്ന് യെരുശലേമിനെയാണ് അത് ഏറ്റവും കൂടുതൽ, പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ബാധിച്ചത്. വെൻ സഫറിങ് കംസ്, ഇപ്പൊ വെള്ളപ്പൊക്കം വന്നു, 2-3 പേരെ അല്ല അത് ബാധിക്കുന്നത്, അത് ആ കമ്മ്യൂണിറ്റി മുഴുവനാണ് ബാധിക്കുന്നത്. അതുപോലെ കൊറോണ വന്നു, ഒരാൾക്കല്ല അത് ബാധിക്കുന്നത്. ക്യാൻസർ ഒരാൾക്കല്ല, അത് സഫർ ചെയ്യുന്ന വലിയൊരു പങ്ക് ആൾക്കാര് ലോകത്തുണ്ട്. സോ സഫറിങ് ഈസ് വെരി മച്ച് ക്രിസ്ത്യൻ ലൈഫ്. അവിടെ ഒരു കൂട്ടായ്മയുണ്ട്, കഷ്ടം അനുഭവിക്കുന്നവരുടെ കൂട്ടായ്മ. നമ്മൾ ലോകത്തിന്റെ ഒരു എക്സാമ്പിൾ നോക്കിയാൽ തന്നെ നമുക്കറിയാം. ഈ ജലപ്രളയ കാലത്ത് ഒന്നാം ലോകമഹായുദ്ധം എന്ന് പറയുന്ന പോലെ ഒന്നാം പ്രളയത്തിന്റെ സമയത്തുണ്ടായ മാനുഷിക കൂട്ടായ്മ. അപ്പൊ സഫറിങ് എപ്പോഴും ഒരു കൂട്ടായ്മയുടെ ടൈം കൂടിയാണ്. അപ്പൊ പൗലോസിന്റെ കൂടെ, കർത്താവിന്റെ കൂടെ പൗലോസും പൗലോസിന്റെ കൂടെ കർത്താവ്, ആ ഒരു ഫെലോഷിപ്പ് പോലെ തന്നെ വിശ്വാസികൾ തമ്മിലും ഈ കഷ്ടതയുടെ നടുവിലുള്ള ഒരു കൂട്ടായ്മ വലിയ ആശ്വാസത്തിന് കാരണമാകുമെന്ന് പൗലോസ് ഇവിടെ പറയുന്നു. അപ്പൊ നമ്മൾ സഫർ ചെയ്യുന്നത് നമ്മൾ ആശ്വാസം പ്രാപിക്കുന്നു. ആ ആശ്വാസം സകല മനുഷ്യരും കഷ്ടതയിലിരിക്കുമ്പോൾ അവർക്കും ലഭിക്കേണ്ടതിന് വേണ്ടിയാണ് നമുക്ക് ലഭിക്കുന്നത്. ഓക്കെ, 7-ാം വാക്യം പറയാം, നിങ്ങൾ കഷ്ടങ്ങൾക്ക് കൂട്ടാളികളാകുന്നത് പോലെ ആശ്വാസത്തിനും കൂട്ടാളികൾ എന്നറിയാൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ പ്രത്യാശ ഉറപ്പുള്ളത് തന്നെ. അപ്പൊ കഷ്ടതയും പ്രത്യാശയും തമ്മിൽ എഗെയിൻ പൗലോസിന്റെ എല്ലാ ലേഖനങ്ങളിലും കഷ്ടത വന്ന് ചേരുന്നത് പ്രത്യാശയിലാണ്. റോമാലേഖനത്തിൽ ഇത് പല സ്ഥലത്തുണ്ട്. ഇത്ര വലിയ പ്രത്യാശ, ആ തേജസിന്റെ കനം ഓർക്കുമ്പോൾ ഞങ്ങൾ അനുഭവിക്കുന്നത് താൽക്കാലികമായ കഷ്ടങ്ങളാണ്. നിത്യ തേജസ്സിൻ കനം ഓർത്തിട്ടുമ്പോൾ 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം 16-17 വാക്യം.
അപ്പൊ നിത്യ തേജസ്സിന്റെ പ്രത്യാശയിലേക്ക് നമ്മളെ നയിക്കുന്നത് ഈ ലോകത്തിന്റെ കഷ്ടങ്ങൾ നയിക്കുന്നത്. നോക്കിക്കേ, നമ്മളത് മുമ്പോട്ട് വായിക്കുമ്പോൾ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞല്ലോ, ഇതേ അധ്യായത്തിൽ തന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് കഷ്ടങ്ങൾ നമ്മളെ പ്രത്യാശയിലേക്ക് നയിക്കുന്നതെന്ന്. 9-ാം വാക്യം പറയുകയാണ്, 8-ാം വാക്യം, സഹോദരന്മാരെ, ഏഷ്യയിൽ ഞങ്ങൾക്കുണ്ടായ കഷ്ടം നിങ്ങൾ അറിയാതിരിക്കാൻ ഞങ്ങൾക്ക് അറിയാതിരിക്കുന്നില്ല. ഈ കഷ്ടങ്ങൾ അനുഭവിക്കുന്ന എല്ലാം ഒന്നും പറയാൻ പറ്റില്ല. കാരണം കുഞ്ഞ് ഞങ്ങൾ മകൻ മരിച്ചു പോകുന്ന കാര്യം ഞാൻ ഒരു പ്രശ്നത്തിലും പറയാറില്ലായിരുന്നു. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, പെട്ടെന്ന് ഈ ആദ്യമായിട്ട് ഈ പ്രശ്നം കേൾക്കുന്നവർ വിചാരിക്കും, അയ്യോ ഇങ്ങനത്തെയുള്ള കഷ്ടങ്ങളൊക്കെ വരുമോ എന്ന് ചിന്തിക്കും. പക്ഷെ പ്രിയ സഹോദരങ്ങളെ, ഓരോരുത്തർക്കും ദൈവം അവരവർക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരു ക്ലാസ്സിലൂടെ everyone does not get the same training. ഓരോ വിളിയുടെ ഉദ്ദേശത്തിനകത്ത് വ്യത്യാസമുണ്ട്. അവർ കടന്നു പോകേണ്ട വഴികളിലെല്ലാം വ്യത്യാസമുണ്ട്. ആർക്കും താങ്ങാനാകാത്ത ഒരു പരീക്ഷയും ദൈവം കൊടുക്കുന്നില്ല. കൊടുത്താൽ അതിനൊരു പോക്ക് വഴി ഉണ്ടാക്കിയിരിക്കും. പക്ഷെ ഇത് ഞാൻ പലപ്പോഴും പറയുമ്പം ഓർക്കില്ല, ആ കഥ മാത്രം ഓർക്കും. അങ്ങനെ ഭയപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി പറയാതിരിക്കാനുള്ള ഒരു പ്രലോഭനം നമുക്ക് പലപ്പോഴും ഉണ്ടാകും. ഇപ്പൊ പൗലോസ് പറയാണ്, അങ്ങനെ പറയാതിരിക്കാൻ, കാരണം അത്ര ഭയങ്കര കഷ്ടങ്ങൾ ഞങ്ങൾക്ക് വന്ന് പറയാതിരിക്കാൻ പറ്റുന്നില്ല. അതിന്റെ കാരണം എന്താണെന്നറിയോ? ഇവരും ഇപ്പൊ കഷ്ടത്തില, അതുകൊണ്ടാണ് പറയുന്നത്. ഇവരും ഇപ്പൊ കഷ്ടത്തിലായതുകൊണ്ടാണ് അത് പറയുന്നത്, അല്ലെങ്കിൽ അത് പറയത്തില്ല. അപ്പൊ കഷ്ടതയിൽ ഇരിക്കുന്നവരെ ആശ്വസിപ്പിക്കാൻ എന്റെ കഷ്ടത്തിന്റെ അനുഭവങ്ങൾ പ്രയോജനപ്പെടും, അല്ലെ? സന്തോഷത്തിലിരിക്കുന്നവരെ ഭയപ്പെടുത്താനും അത് സഹായിക്കും. 9-ാം വാക്യം പറയാണ്, 8-ാം വാക്യം, സഹോദരന്മാരെ, ഞങ്ങൾക്കുണ്ടായ കഷ്ടം നിങ്ങൾ അറിയാതിരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല. പറഞ്ഞേ പറ്റൂ. കാരണം എന്താണെന്നറിയോ? കാരണമുണ്ട്. ജീവനോടിരിക്കുമോ എന്ന് നിരാശ തോന്നുമാറ്. കണ്ടോ, പൗലോസ് ഒരു മനുഷ്യനായിരുന്നു. തോന്നിയല്ല, ആ ലെവല് വരെ ഞങ്ങൾ എത്തി. ജീവൻ പോകുമോ എന്നുള്ള നിരാശ വരുന്ന ലെവല് വരെ എത്തി. ഞങ്ങൾ ശക്തിക്ക് മീതെ അത്യന്തം ഭാരപ്പെട്ടു. ഞങ്ങൾ ഭയങ്കര വിശ്വാസികളാണ്. വിശ്വാസത്തിന് ഒരു കുറവില്ല, ഭയങ്കര ശക്തി. പ്രസംഗം കേട്ട തകർത്തു തരിപ്പണമാക്കി എന്ന് വേണേൽ പറയാം. പക്ഷെ ആ ശക്തിയുടെ മേലെ എന്താ വന്നേക്കുന്നത്? ഭയം. ജീവനോടിരിക്കുമോ എന്നുള്ള ഭയം. ഇപ്പൊ ഞാൻ ഇത്രയും പ്രസംഗിച്ചിട്ട് ഞാൻ പറയാന്ന് വിചാരിച്ചു, എനിക്ക് ചത്തുപോകുന്ന പേടിയാ ബ്രദറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും പേടി കാണും. പക്ഷെ ഞാനത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും, പിന്നെ എന്ത് പ്രസംഗിക്കാൻ നടക്കുന്നു, അല്ലെ? ഇപ്പൊ പൗലോസ്, ശരിക്കും പൗലോസ് അനുഭവിച്ച കഷ്ടങ്ങളെ കുറിച്ച് പറയുന്നത് പൗലോസിന്റെ ബലഹീനതകളോട് കാണിക്കാൻ വേണ്ടിയാണ്. നമുക്ക് മരണത്തെ പേടിയുണ്ടോ ഇല്ലയോ എന്നൊന്നും ചുമ്മാ ഇരിക്കുമ്പം നമുക്ക് മനസ്സിലാവില്ല. അത് നമ്മുടെ മുമ്പിൽ വരുമ്പോഴേ നമുക്കത് മനസ്സിലാവും. പറയാണ്, എന്റെ ശക്തി എന്തുമാത്രം ഉണ്ടോ അതിന് മുകളിലാണ് എനിക്ക് എന്തുണ്ടായത്? ഭയം ഉണ്ടായതെന്ന് പറയും. വാട്ട് വാസ് ദാറ്റ്? പൗലോസിന്റെ ശക്തിക്ക് മുകളിലുണ്ടായ ഭയം. അപ്പൊ നമ്മുടെ ശക്തി എന്തോ? അപ്പൊ ഭയപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പൗലോസ് പറയാണ്, ഞങ്ങൾ അനുഭവിച്ചത് അത്ര ഭയങ്കരമായ കാര്യമാണ്. കാരണം പൗലോസിന് ഇത്ര എഴുതണം, അല്ലേ? നമുക്ക് ഇത്ര എഴുതണമെങ്കിൽ അവൻ എന്ത് ചെയ്യണം? സഫറിങ്ങിലൂടെ പോയേ പറ്റുള്ളൂ. സഫറിങ്ങിലൂടെ പോകുമ്പോഴാണ് കർത്താവിന്റെ ആ ഒരു അർത്ഥം നമുക്ക് മനസ്സിലാകുന്നത്. അപ്പൊ പൗലോസ് പറയാണ്, ഞങ്ങൾക്ക് നിരാശ തോന്നുമാറ്, ചത്തുപോകുമോ എന്നുള്ള ഭയം ഞങ്ങളിൽ വരുമാറ്. ഇന്ന് പലപ്പോഴും പല വിശ്വാസികളും അഭിനയിക്കുന്നത്, ഞങ്ങൾക്കൊരു പേടിയില്ല ബ്രദറെ, അതൊരു ആർട്ടിഫിഷ്യാലിറ്റി ഉണ്ടാക്കിയെടുക്കുക. പക്ഷെ അങ്ങനെ അല്ലായിരുന്നു പൗലോസ്. പൗലോസ് പറയാണ്, ഞങ്ങൾക്ക് ശരിക്കും നിരാശ തോന്നുന്ന അവസ്ഥയിൽ എത്തി, ചത്തുപോകുന്നു. അത് ഞങ്ങളുടെ ശക്തിക്ക് മീതെയാണ്, മുകളിൽ. അപ്പൊ ഞങ്ങൾ എന്തുമാത്രം സംഭരിച്ചിട്ടുണ്ടായിരുന്നോ അതിന്റെ എല്ലാം മുകളിൽ ഭാരം ഞങ്ങളെ വന്ന് വിഴുങ്ങി. അപ്പൊ നമ്മൾ ചിലപ്പോ പെട്ടെന്ന് ആളുകളെ വിധിക്കും, കണ്ടോ അവൻ കിടന്ന് എന്ത് ടെൻഷൻ, എന്തിനും ടെൻഷൻ അടിക്കുന്ന അവന് വലിയ വിശ്വാസം ഉണ്ടോ എന്ന് ചോദിക്കും. പക്ഷെ മനുഷ്യന്റെ ബലം എന്ന് പറയുന്നത് ഒന്നുമല്ല. വി കനോട്ട് ഡിപെൻഡ് ഓൺ എനിവൺ. അടുത്ത വാക്യം നോക്കിയേ. അതെ, ഞങ്ങളിലല്ല മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ തന്നെ ഞങ്ങൾ മരിക്കുമെന്ന് ഉള്ളിൽ നിർണയിക്കേണ്ടി വന്നു. കണ്ടോ? അപ്പോൾ ഞങ്ങൾ മരിക്കുമെന്ന് ഉള്ളിൽ അങ്ങ് തീരുമാനം എടുക്കേണ്ടി വന്നു. അത്ര ഭയങ്കരമായ പരീക്ഷണങ്ങളായിരുന്നു. എന്തിനു വേണ്ടിയാ മരിക്കുമെന്ന് എടുക്കുന്ന ദൈവം എന്തിനാ അങ്ങനെ അനുവദിക്കുന്നത്? അയ്യോ ഞാൻ മരിക്കുള്ളൂ എന്ന ഒരു പോയിന്റിലേക്ക് എന്നെ ദൈവം എന്തിനാ കൊണ്ടുവരുന്നത്? അവിടെയാണ് പ്രത്യാശ, തേജസ്സിന്റെ പ്രത്യാശയിലേക്ക് പോകുന്നത്. ഇനി ആശ്രയിക്കാൻ വേറൊരു വഴിയില്ല. അങ്ങനെ വരുക, അതായത് ഞങ്ങൾ മരിക്കുമെന്നുള്ളിൽ നിർണയിക്കേണ്ടി വന്നു. എന്തിനു വേണ്ടിയാ? മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കാൻ വേണ്ടി.
അത് നമുക്ക് ഇപ്പൊ രോഗം വന്ന് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമുക്ക് ആദ്യം ഡോക്ടർമാരെ ആശ്രയിക്കും അല്ലെ. കുറെ കഴിയുമ്പോൾ മരണഭയം വർദ്ധിച്ചുകൊണ്ട് ഒന്നും നോക്കിയിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നു, ഞങ്ങളുടെ കൈ വിട്ടു, ഇനി കർത്താവിന് നിങ്ങൾ പ്രാർത്ഥിക്കുക എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ഉണ്ടാവും. ആ സ്റ്റേജ് വരുമ്പോഴാണ് പല ആൾക്കാരും എങ്ങോട്ട് നോക്കുന്നത്? ഈ ദൈവത്തിലേക്ക് നോക്കുന്നത് അല്ലെ. ദൈവത്തിലോട്ട് നോക്കിയിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങും. മരിച്ചവർ എന്നിട്ട് ആ മരണത്തിന്റെ അവസ്ഥയിലേക്ക് വരുമ്പോഴേക്കും ഈ മനുഷ്യന് ആകെ ഒരു ഹോപ്പേ ഉള്ളൂ. സമ്പാദിച്ചു വെച്ച സമ്പാദ്യങ്ങളുണ്ട്, നല്ല ഒന്നാന്തരം കാറുണ്ട്, ബംഗ്ലാവുണ്ട്, അതെല്ലാം ആശ്രയിച്ചിരിക്കുമായിരുന്നു. പക്ഷേ മരണം വരുമെന്നാണ് ഒരു മനുഷ്യൻ ചിന്തിക്കുന്നത്, എന്റെ കർത്താവ് ഇതൊന്നും എനിക്കില്ലെങ്കിലും സാരമില്ല, പ്രത്യാശ പുനരുത്ഥാനം പ്രാപിക്കും എന്നുള്ള ഒരു വാക്ക് എനിക്ക് തരുമോ, അത് മതി. അവിടെ എത്തും. പൗലോസ് അവിടെ എത്തി എന്നാ പറയുന്നത്. അത്ര ഭയങ്കര കഷ്ടങ്ങളിലൂടെ പോയി എവിടെ എത്തി? മരിക്കും എന്നുള്ള ഒരൊറ്റ പ്രത്യാശയിലേക്ക് എത്തി. ബാക്കിയെല്ലാം പോയി. നാളെ ജീവിച്ചിരുന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാന്നുള്ള പ്രതീക്ഷ പോയി. നാളെ പ്രസംഗിക്കാന്നുള്ളതും പോയി. ഈ ആകെ ഒരു പ്രതീക്ഷയുള്ളൂ, മരിച്ചവരെ ദൈവം ഉയർപ്പിക്കും. ആ ഒരു തലത്തിലേക്ക് കർത്താവ് എന്ത് ചെയ്തു? ഈ കഷ്ടങ്ങളിലൂടെ അവരുടെ ഉള്ളിൽ പ്രത്യാശയെ നൽകുകയാണ് കർത്താവ് ചെയ്തത്. അപ്പൊ ഓരോ സഫറിങ്ങിനും ഓരോ റീസൺ ഉണ്ടായിരുന്നു. എപ്പോഴും നമ്മൾ കഷ്ടം അനുഭവിക്കുമ്പോൾ അതിനെല്ലാം ഒരു കാരണമുണ്ട്. അത് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് നന്മയ്ക്കായിട്ടാണ്. എന്റെ നന്മയ്ക്കായിട്ടല്ലാതെ കർത്താവ് ഒന്നും ചെയ്യുന്നില്ല, ഒന്നും അനുവദിക്കുന്നുമില്ല. എന്ത് കഷ്ടങ്ങൾ ഒരാളുടെ ജീവിതത്തിൽ വന്നാലും അത് നന്മ. ചില ആൾക്കാർ പറയണ്ട, പാപം ചെയ്തതിന്റെ ശിക്ഷയാണ് അവൻ കഷ്ടം അനുഭവിക്കുന്നത്. അല്ല. എന്തുകൊണ്ടല്ല? പാപപരിഹാരം മനുഷ്യരുടെ കഷ്ടതയിൽ മാറുകയില്ല. വിശ്വസിക്കുന്നവരെ ശിക്ഷിക്കാനും കഴിയില്ല. കാരണം നമ്മുടെ പാപങ്ങൾക്ക് പകരം ശിക്ഷ ഏൽക്കുന്നത് ഞാനല്ല, എനിക്ക് കർത്താവിന്റെ സന്നിധിയിലുള്ള ഒരു അഡ്വക്കേറ്റ് ആണ് എന്റെ പാപങ്ങളുടെ പണിഷ്മെന്റ് വഹിക്കുന്നത്. അതുകൊണ്ട് ദൈവം എന്നെ ഡിസിപ്ലിൻ ചെയ്യാൻ വേണ്ടി, എന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് എന്നെ സഫറിങ്ങിലൂടെ കടത്തിവിടുന്നത്. അപ്പൊ നമ്മുടെ പാപങ്ങൾക്ക് ഫലമായിട്ട് നമ്മൾ സഫർ ചെയ്യുന്ന ഇവിടെ അല്ല, അത് നരകത്തിലാണ് സഫറിങ്. അതുകൊണ്ടാണ് നല്ല മനുഷ്യരും ചീത്ത മനുഷ്യരും ഒരുപോലെ കൊറോണ ബാധിതരാകുന്നു, ഒരുപോലെ ക്യാൻസർ പിടിക്കുന്നു, ഒരുപോലെ ജലദോഷം വരുന്നു, ഒരുപോലെ ആക്സിഡന്റിൽ മരിക്കുന്നു. ഇതെല്ലാം നശിച്ചു. ഈ ലോകത്തിന്റെ അടയാളങ്ങളാണ്. നമുക്ക് പാപത്തിന്റെ ശിക്ഷ രക്ഷിക്കപ്പെടാത്തവർക്ക് അത് നിത്യ നരകത്തിൽ മാത്രമേ ഉള്ളൂ. ഇവിടെ അവൻ അത് ചെയ്തോണ്ടാണ് ദൈവം ഈ അടി കൊടുത്തത്. നോ വേ. അതിനുള്ള അടിയൊക്കെ വരാൻ പോകുന്നേ ഉള്ളൂ. ഈ ലോകത്ത് ഡിസിപ്ലിനിങ് ഉണ്ട്. ഈവില് തടയാൻ വളരെ തടസ്സപ്പെടുത്തുന്നുണ്ട്. ദൈവത്തിന്റെ കൈ നമുക്ക് എല്ലായിടത്തും കാണാം. പക്ഷെ പണിഷ്മെന്റ് മാത്രം അന്ത്യകാലത്തേക്കാണ് വരുന്നത്. ഓക്കെ, നമുക്ക് ചിലർക്ക് കാണുമ്പോൾ തോന്നും, അത് ദൈവം, അത് ആ തിന്മ തടയാൻ വേണ്ടിയാണ്. ഒരു ദുഷ്ടനായ ഒരു മനുഷ്യന് പെട്ടെന്ന് ഒരു പ്രോബ്ലം നമ്മൾ കാണിച്ചുകൊണ്ടാണ്. അത് തിന്മ കൂടുതൽ ലോകത്തിൽ ഉണ്ടാകുന്നത് തടയാൻ വേണ്ടിയാണ്. അതേസമയത്ത് പാപത്തിന്റെ ശിക്ഷ വേറെ, പാപത്തിന്റെ കോൺസിക്വൻസ് വേറെ. അത് രണ്ടും രണ്ടാണ്. ഉദാഹരണത്തിന്, ഞാനും ഒരാളും കൂടെ ഒരു വഴക്കുണ്ടാക്കി. അയാൾ എന്നെ തല്ലി എന്റെ പല്ല് താഴെ വീഴും. കോൺസിക്വൻസ് എന്താ? പല്ല് പോയി. പക്ഷെ ഞങ്ങൾ തമ്മിൽ കോംപ്രമൈസ് ആയി, ഭയങ്കര സ്നേഹമായി, ക്ഷമ കിട്ടി. അതിന്റെ പേരൊരു ശിക്ഷയില്ല. പക്ഷേ കോൺസിക്വൻസ് ഉണ്ട്, പല്ല് പോയി. അത് രണ്ടാമത് വരുന്നില്ല. അതിനെയാണ് നമ്മൾ കോൺസിക്വൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഒരാളെ ഒരുത്തം കൊന്നു. ഓക്കെ, അവനോട് അവന്റെ വീട്ടുകാർ ക്ഷമിച്ചു, ദൈവം ക്ഷമിച്ചു. അവൻ കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിച്ചു, ദൈവം ക്ഷമിച്ചു. പക്ഷെ ആ ചത്തയാൾ എഴുന്നേറ്റ് വരുന്നില്ല. അത് കോൺസിക്വൻസ്. അതുപോലെ ഈ ലോകത്ത് നമ്മൾ ശിക്ഷണങ്ങളിലൂടെ കടന്നു പോവുകയും ചെയ്യും. ഓക്കെ, ശിക്ഷണങ്ങൾ അത് ഡിസിപ്ലിനിങ്ങിന്റെ ഭാഗമായിട്ടാണ് അത് വരുന്നത്. നമ്മെ നന്നാക്കാൻ വേണ്ടിയാണ്. എപ്പോഴും നമ്മളെ നന്നാക്കാൻ വേണ്ടിയാണ് ശിക്ഷണങ്ങൾ വരുന്നത്, പണിഷ്മെന്റ് ആയിട്ടല്ല. or punishment is taken away by the Lord once for all. ഓക്കെ, അപ്പോൾ പലപ്പോഴും ഈവിൽ തടയാൻ വേണ്ടി ദൈവം ദുഷ്ടന്മാരെ പണിഷ് ചെയ്യുന്നത് നമുക്ക് കാണാം, പെട്ടെന്ന് മരണത്തിന് ഏൽപ്പിക്കുന്നൊക്കെ കാണാം. പക്ഷെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, അതൊന്നും അല്ല പാപത്തിന്റെ ശിക്ഷ. പാപത്തിന്റെ ശിക്ഷ അന്ത്യന്യായവിധിയിൽ വരാനിരിക്കുന്നതേ ഉള്ളൂ. അതുവരെ ഉള്ളതൊക്കെ എല്ലാ മനുഷ്യർക്കും വന്നു പോകുന്ന കാര്യങ്ങളാണ് നമുക്ക് വരുന്നത്. നീതിമാനും വരാം, നീതി കെട്ടവനും വരാം. നീതിമാന് ക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ടവരെ സംബന്ധിച്ച് അത് അവർക്ക് വിശുദ്ധീകരണത്തിനായിട്ട് വരുമ്പോൾ,
മറ്റാളുകൾക്ക് അത് നാശത്തിലേക്കാണ് വരെ എന്ന് മാത്രമേ. ഓക്കെ, 9-ാം വാക്യം വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യം നമ്മളിപ്പോൾ വായിച്ചത്. കാരണം എന്തുകൊണ്ട് പ്രധാനപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് കർത്താവ് നമ്മളിൽ പ്രത്യാശ ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് ആ വാക്യത്തിൽ മനസ്സിലാക്കാം. അത് ഞങ്ങളിലല്ല. അപ്പൊ നമ്മൾ പലപ്പോഴും ആശ്രയിക്കുന്നത് ഞങ്ങളിൽ തന്നെയാണ്. അപ്പൊ മരിക്കുമെന്ന് ബോധ്യം ഉണ്ടാകുന്നത് വരെ നമ്മളിൽ എന്തെങ്കിലും ആശ്രയം. എന്നാൽ മരിക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞപ്പോൾ പൗലോസ് പറയാണ്, ഞങ്ങളുടെ ആശ്രയം മുഴുവൻ വിട്ടു, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇനി എല്ലാം ദൈവത്തിന്റെ ഇഷ്ടം. പുനരുത്ഥാനം ദൈവമുണ്ട്, അങ്ങോട്ട് ആ വിശ്വാസത്തെ എത്തിച്ചു, കഷ്ടതയിലൂടെ എത്തിച്ചു. 10-ാം വാക്യം, ഇത്ര ഭയങ്കര മരണത്തിൽ നിന്ന് ദൈവം വിടുവിക്കുകയും ചെയ്യും, അവൻ മേലാലും വിടുവിക്കുമെന്ന് ഞങ്ങൾ ആശ വെച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ, പിന്നെ ഈ ശിക്ഷയെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ ഒരുപക്ഷെ വിചാരിക്കുമായിരിക്കും അനന്യാസിന്റെ സഫീറുടെ ഒക്കെ കാര്യം ഇവിടെ വെച്ച് തന്നെ ദൈവം ശിക്ഷ കൊടുത്തില്ലേ. ആ ശിക്ഷയെ കുറിച്ച് നമുക്ക് 2 തരത്തിലാണ് സാധാരണ ആളുകൾ പറയുന്നത്. ഒന്ന് എക്സാമ്പിൾ, അതായത് മറ്റുള്ളവർ തിന്മ ചെയ്യാതിരിക്കാൻ വേണ്ടി ഒരു എക്സാമ്പിൾ ആയിട്ടാണ്. ഓക്കെ, അവർ ശിക്ഷാവിധിയിൽ അകപ്പെട്ടു പോയി, അവർ ശരിക്കും രക്ഷിക്കപ്പെട്ടത് നമുക്കറിയില്ല. എന്നാൽ രക്ഷിക്കപ്പെട്ടവരായിരുന്നു അങ്ങനത്തെ മിസ്റ്റേക്ക് പറ്റിയതെങ്കിൽ സ്റ്റിൽ ഗോഡ് ക്യാൻ ഡിസിപ്ലിൻ. അതായത് ഒരു തെറ്റ് പറ്റി അല്ലെങ്കിൽ അവര് ഒരു എക്സാമ്പിൾ ആയിട്ട് ദൈവത്തിന് അവരെ ഡിസിപ്ലിൻ ചെയ്യാൻ വേണ്ടി, തിരിച്ച് വിളിക്കാൻ വേണ്ടി വേണമെങ്കിൽ ദൈവത്തിന് മരണത്തിലൂടെ ആളുകളെ തിരിച്ചു വിളിക്കാം. ഫിസിക്കൽ ഡിസിപ്ലിൻ, മരണം എന്ന് പറയുന്നത് പലപ്പോഴും ദൈവം ശാരീരികമായി നമ്മൾ ഡിസിപ്ലിൻ ചെയ്യുന്നതിന്റെ ഫലമായി ഉണ്ടാകും. അതുകൊണ്ടാണ് കർത്തൃമേശയെ കുറിച്ച് പറയുന്ന വാക്യങ്ങളിൽ ചിലർ നിദ്ര കൊള്ളുന്നു, അതിന് താഴെ എഴുതിയിരിക്കുന്ന നിങ്ങളെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുന്നുവെങ്കിലോ, അതായത് ഇങ്ങനെ നിദ്ര കൊള്ളുന്നു അങ്ങനെയുള്ള സംഭവങ്ങൾ വരികയാണെങ്കിൽ അത് ലോകത്തിന്റെ കൂടെ നിങ്ങൾ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് ദൈവം നിങ്ങളെ ബാലശിക്ഷ ഡിസിപ്ലിനിങ് ഫ്രം ദ ലോ. അപ്പൊ മരണത്തിൽ അകപ്പെടുന്നതും ദൈവം തിരിച്ചു വിളിക്കുന്നതാണ്. ചെളിയിൽ ഇറങ്ങി എന്ത് പറഞ്ഞാൽ അനുസരിക്കാതെ ലോകത്ത് കിടന്ന് കളിക്കുന്ന പിള്ളേരെ ഒരു വടിയെടുത്ത് കയറിപ്പോടാ വീട്ടിൽ വിടുന്ന അപ്പനെ പോലെയാണ് എത്ര കണ്ടാലും പഠിക്കാത്തവരെ മക്കളെ ദൈവം തിരിച്ച് ഡിസിപ്ലിനിങ്ങിന്റെ ഭാഗമായിട്ട് തിരിച്ചു വിളിക്കും. അങ്ങനെ വേണേൽ നമുക്കതിനെ സങ്കല്പിക്കാം. കഥയൊന്നും ബൈബിളിൽ ഇല്ലസ്ട്രേഷൻസ് നമ്മൾ ഉണ്ടാക്കുന്നതാണ്. ബൈബിളിൽ പറയുന്നത് നിങ്ങളെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല, വിധിക്കപ്പെടുന്നുവെങ്കിലോ ലോകത്തിന്റെ കൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന്, ന്യായവിധിയിൽ നരകത്തിലേക്ക് പോകാതിരിക്കേണ്ടതിന് ദൈവം നിങ്ങളെ ബാലശിക്ഷ കഴിക്കുക എന്ന് ആ വാക്യം നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പൊ ഡെത്ത് എന്ന് പറയുന്നത് ശരിക്കും പാപത്തിന്റെ പണിഷ്മെന്റ് കൊണ്ടല്ല എന്ന് നമ്മൾ ഇന്നലെ മരണത്തെ കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ കണ്ടു. പാപത്തിന്റെ പ്രത്യേകിച്ച് വിശ്വാസിയെ സംബന്ധിച്ച് ശമ്പളം കർത്താവ് ഓൾറെഡി വഹിച്ചു കഴിഞ്ഞതാണ്. ഇനി അവൻ അതിനുവേണ്ടി ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, 10-ാം വാക്യം പറയാണ്, ഇനി ഒരു കാര്യം ഞാൻ അതിനകത്തൊന്ന് ക്ലാരിഫൈ ചെയ്തോട്ടെ. ഇനി നമ്മൾ പറയാണ് പാപത്തിന്റെ ശിക്ഷ തന്നെയാ ബ്രദറെ എന്ന് നിർബന്ധിക്കുകയാണെങ്കിൽ എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം ഇതാണ്. ഒരു കാര്യം ഒരാൾ ശിക്ഷ അനുഭവിച്ച അതേ കുറ്റം, നമ്മുടെ പാപങ്ങളെല്ലാം കർത്താവ് തന്നെയല്ലേ കാൽവരി ക്രൂശിൽ അതിന് പരിഹാരം വരുത്തിയത്. നമ്മൾ നാളെ ഒരു പാപം ചെയ്താലും അതിന് പരിഹാരം അങ്ങോട്ടേ നമുക്ക് ചെല്ലാൻ പറ്റുള്ളൂ. അപ്പൊ വൺ സാക്രിഫൈസ് സ്പീക്സ് ഫോർ ഓൾ സിൻസ്. അപ്പൊ അങ്ങനെ വരുമ്പം എന്നെ ദൈവം ശിക്ഷിക്കുകയാണെങ്കിൽ ഒരേ പാപത്തിന് വേണ്ടി കർത്താവിനെ ശിക്ഷിച്ചത് പോരാഞ്ഞിട്ട്, അത് മതിയാകാഞ്ഞിട്ട്, അതായത് അവന്റെ ശിക്ഷ, അവനേറ്റ ശിക്ഷ പൂർണ്ണമല്ല, എന്നെയും കൂടെ ശിക്ഷിച്ചാലേ ആ പാപം തീരുള്ളൂ എന്നുള്ളൊരവസ്ഥ വരികയാണെങ്കിൽ അപ്പോൾ യേശുക്രിസ്തുവിന് മരണം കൊണ്ട് ഒരു പൂർണ്ണമായ യാഗം നടന്നില്ല എന്ന് പറയേണ്ടി വരും. കാരണം ഒരേ പാപത്തിന് വേണ്ടി 2 പേർ ശിക്ഷ അനുഭവിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ നിങ്ങൾ വിചാരിക്കും, ഓ അത് യേശുക്രിസ്തുവിലൂടെ യാഗത്തിലൂടെ ക്ഷമിക്കപ്പെടുന്നത് കർത്താവിനെ അറിയുന്നത് വരെയുള്ള പാപം കർത്താവ് മുൻകാല പാപങ്ങളെ കണക്കിടാതെ വിട്ടു. അതിനുശേഷം നമ്മൾ ചെയ്യുന്ന പാപത്തിനെല്ലാം നമുക്ക് അടി കിട്ടും, ഇങ്ങനെ പറയുന്നവരുണ്ട്. പ്രിയ സഹോദരങ്ങളെ, അത് പഴയ നിയമത്തിലായിരുന്നു ആ പരിപാടി, അതായത് പാപങ്ങൾക്ക് വേണ്ടിയുള്ള യാഗം. എന്നാൽ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചപ്പോൾ പാപ സ്വഭാവത്തെയാണ് ഞാൻ വിധിച്ചത്. പ്രകൃതം, നമ്മളിൽ നിന്ന് വരുന്ന എല്ലാ പാപങ്ങളെയും ഉണ്ടാക്കി വിടുന്ന ആ പാപ പ്രകൃതത്തിനാണ് കർത്താവ് ക്രൂശിൽ ശിക്ഷിച്ചത്. അതുകൊണ്ട് നമ്മളിൽ ഉണ്ടാകുന്ന എല്ലാ പാപ
പ്രവൃത്തികളും ആ പാപപ്രകൃതത്തിൽ നിന്നാണ് വരുന്നത്. ആ പ്രകൃതമാണ് ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് എബ്രായലേഖനത്തിൽ പറയുന്ന ഏക വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. അപ്പൊ നമ്മൾ പാപങ്ങൾ ഏറ്റു പറയുമ്പോഴെല്ലാം നമ്മൾ ഏറ്റു പറയുന്നത് യേശുക്രിസ്തുവിന്റെ യാഗത്തെ ഓർത്തുകൊണ്ടാണ്. There's only one sacrifice made for us. ഓക്കെ, ആ യാഗത്തിലാണ് നമ്മുടെ എല്ലാ പാപങ്ങളും തീരുന്നത്. അപ്പൊ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അനുഭവിക്കുന്നെങ്കിൽ വീണ്ടും വീണ്ടും നമ്മൾ ചെല്ലുന്നത് കർത്താവിന്റെ അടുത്തേക്ക് തന്നെയാണ്. ദാറ്റ് വൺ സാക്രിഫൈസ്. നമ്മുടെ ആരുടെയും കഷ്ടങ്ങളിലൂടെ ഒരു ശുദ്ധീകരണവും നടക്കുന്നില്ല. യേശുക്രിസ്തുവിന്റെ രക്തം അത്രേ സകല പാപവും പോക്കി നമ്മളെ ക്ലീൻ ആക്കുന്ന യേശുക്രിസ്തുവിന്റെ രക്തമാണ്, കഷ്ടതകളല്ല. ഓക്കെ, എന്നാൽ നമ്മുടെ വിശുദ്ധമായൊരു ദൈവിക സ്വഭാവത്തിന്റെ കൂട്ടായ്മയിലേക്ക് നമ്മൾ എത്തിക്കാൻ കഴിയും. അതായത് വിശുദ്ധീകരണത്തെ നമ്മൾ രണ്ട് തലത്തിൽ കണ്ടു കഴിഞ്ഞാൽ, ഞാനത് പിക്ചറായിട്ട് ഒന്നുകൂടെ അതൊരു പിക്ചറായിട്ട് വരയ്ക്കാൻ ശ്രമിക്കാം. എവിടെയാണ് കഷ്ടതകൾ നമ്മളെ സഹായിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ ഈ ലോകത്ത് സാധാരണ ഒരു പാപിയായിട്ട് ജീവിച്ചു വരുന്നു. പെട്ടെന്ന് നമ്മളൊരു സുവിശേഷം കേൾക്കുന്നു. സുവിശേഷകൻ എന്താ പറഞ്ഞുകൊണ്ടിരുന്നേ? ലോകം നശിക്കാൻ പോകുന്നു, അങ്ങനെയല്ലേ സുവിശേഷം? എങ്ങനെ ഈ ലോകത്തിൽ നമുക്ക് യാതൊന്നും അവശേഷിക്കുന്നില്ല, ഈ ലോകം നമ്മുടേതല്ല, നമുക്ക് കർത്താവ് ഒരു സ്വർഗരാജ്യം ഒരുക്കി വെച്ചിട്ടുണ്ട്, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ രക്ഷ പ്രാപിക്കും, അവൻ പാപങ്ങൾ മോചിക്കപ്പെടും, അവന്റെ പാപങ്ങൾ മോചിക്കപ്പെടും, അവൻ കർത്താവിന്റെ അടുത്തേക്ക് പോകും. ഇതല്ലേ നമ്മൾ കേൾക്കുന്നത്? ഓക്കെ, ഇത് കേൾക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമുക്ക് പെട്ടെന്ന് ആത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോഴേക്കും വി ജംപ് സ്റ്റാർട്ട് അവർ ജേർണി ടു സാങ്ക്ടിഫിക്കേഷൻ. നമ്മുടെ ഒരു ചാട്ടമാണ് കർത്താവിന്റെ ആ ക്യാരക്ടറിന് വേണ്ടി ഒരു ദാഹം. അത് നമ്മൾ പലപ്പോഴും പറയുന്നത് രക്ഷിക്കപ്പെടുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷം. അത് നമ്മുടെ ഹൃദയത്തെ നിറയ്ക്കുന്ന ഒരു ഭയങ്കരമായ സന്തോഷമാണ് രക്ഷിക്കപ്പെടുന്ന സമയത്തുണ്ടാകും. പിന്നെ നമ്മൾ കുറെ കഴിയുമ്പോൾ ഇത്തിരി തണുക്കും, പിന്നെ കുറച്ച് ഇങ്ങനെ പോവും, നേരെ പോവും, പിന്നെ ബൈബിൾ വായനയ്ക്ക് ഇത്തിരി കുറയും, പ്രാർത്ഥനയ്ക്കുള്ള ചൂട് കുറയും, ഇങ്ങനെ ആവും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ഉയർന്നു വരും. നമുക്കറിയാം അങ്ങനെയുള്ള മൂഡുകൾ, നമ്മുടെ ആഗ്രഹങ്ങൾ അനുസരിച്ച് ഇത് മാറിക്കൊണ്ടേയിരിക്കും, നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇത് മുകളിലോട്ട് തന്നെ താഴ്ന്നിടക്കാൻ നമുക്ക് തോന്നും, പക്ഷെ അൾട്ടിമേറ്റ്ലി ഒരു വര വരച്ച് നോക്കിയാൽ നമ്മൾ മുകളിലോട്ടായിരിക്കും ക്ലൈംബ് ചെയ്യുന്നത്. അപ്പൊ ഈ യാത്രയിൽ നമ്മളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി, നോക്കിക്കേ, ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഈ ജംഗ്ഷൻ, ഈ താഴോട്ടിരിക്കുന്ന ഭാഗങ്ങൾ കണ്ടല്ലോ, ഇതെല്ലാം കർത്താവിന്റെ ഓർമ്മപ്പെടുത്തലുകൾ നടക്കുമ്പോഴാണ് നമ്മൾ അതിനെ, ആ വീഴ്ച അതിജീവിക്കുന്നത്. ഈ ഓർമ്മപ്പെടുത്തലുകൾക്ക് പലപ്പോഴും കഷ്ടങ്ങൾ ദൈവം ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ ഒരു കഷ്ടമാണ് കൊറോണ. അപ്പൊ വീണ്ടും വീണ്ടും നിങ്ങൾ ആലോചിച്ച് ഈ സമയത്ത് നമ്മൾ എന്തുമാത്രം കർത്താവിന്റെ വചനം കേൾക്കുകയും ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്യാൻ നമ്മുടെ ജീവിതം കർത്താവിന്റെ മുമ്പിൽ ഇങ്ങനെ കിടക്കുകയായിരുന്നു. സോ ഗോഡ് മെയ്ഡ് ദാറ്റ് ഹാപ്പൻ. അങ്ങനെ ഇരിക്കും ഒരു ദിവസം നമ്മളങ്ങ് മരിക്കുക. മരിക്കുന്ന സമയത്ത് നമ്മുടെ വിശുദ്ധീകരണം പൂർത്തിയാവുകയും നമ്മൾ കർത്താവിന്റെ അടുത്തേക്ക് പോവുകയും ചെയ്യും, പെർഫെക്ഷൻ. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മൾ ഏത് സമയത്ത് മരിച്ചാലും നമ്മൾ പെർഫെക്റ്റ് തന്നെയാണ്. അതിന് കഷ്ടങ്ങളൊന്നും ആവശ്യമില്ല, കഷ്ടങ്ങളൊന്നും ആവശ്യമില്ല. എപ്പോൾ മരിച്ചാലും നമ്മൾ പെർഫെക്റ്റ് ആണ്. ഇതിന്റെ പേരാണ് പൊസിഷണൽ സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് തിയോളജിയിൽ. ഇൻ ക്രൈസ്റ്റ് എന്നുള്ള പൊസിഷൻ കൊണ്ട് നമുക്ക് ലഭിച്ച സാങ്ക്ടിഫിക്കേഷൻ ആണ് ഇത്, പൊസിഷണൽ സാങ്ക്ടിഫിക്കേഷൻ. ഇതിന് കഷ്ടങ്ങൾ ഒരു പ്രയോജനം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ കഷ്ടം കൂടുതൽ അനുഭവിക്കുന്ന ആളെ സ്വർഗത്തിൽ കൊണ്ടുപോവോ, അങ്ങനൊന്നുമില്ല. എന്നാൽ ഫങ്ഷണൽ സാങ്ക്ടിഫിക്കേഷൻ, അതായത് നമുക്ക് ഓരോ സമയത്തും നമ്മൾ നേടുന്ന ക്രിസ്തുവിന്റെ സ്വഭാവത്തിന്റെ പങ്കാളിത്തം, ആ പങ്കാളിത്തത്തിലേക്ക് നമ്മൾ നടക്കുന്ന യാത്രയില് കഷ്ടത, സഹിഷ്ണുത, സിദ്ധത, പ്രത്യാശ, ഇങ്ങനെയുള്ള യാത്രയിലാണ് ഈ കഷ്ടം നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത്. ഈ ശുദ്ധീകരണം നടക്കണമെങ്കിൽ കഷ്ടത വേണ്ട. ശുദ്ധീകരണം എന്ന് പറയുന്ന, പ്യൂരിഫിക്കേഷൻ എന്ന് പറയുന്ന തീർച്ചയായിട്ടും യേശുക്രിസ്തു രക്തത്താൽ മാത്രമേ ഉള്ളൂ. എന്നാൽ വിശുദ്ധീകരണം എന്ന് പറയുന്ന ഡെഫിനറ്റ്ലി അനദർ പ്രോസസ്. അവിടെയാണ് കഷ്ടങ്ങളിലൂടെ നമ്മൾ ഒരു ക്യാരക്ടർ പ്രാപിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ രക്തമാണ് സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നത്. ക്ലെൻസിങ് വർക്ക് ഈസ് ഡൺ ബൈ ദ ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ്.
സാങ്ക്ടിഫിക്കേഷൻ വർക്കിനകത്ത്, വിശുദ്ധീകരണത്തിനകത്ത് കഷ്ടതകളെ ദൈവം യേശുക്രിസ്തുവിന്റെ സ്വഭാവം നമ്മളിലേക്ക് പകരാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ കഷ്ടത വേണം. കഷ്ടത ഇല്ലെങ്കിൽ നമുക്ക് ക്രിസ്തുവിന്റെ സ്വഭാവത്തിന്റെ കൂട്ടായ്മയിലേക്ക് എത്താൻ നമുക്ക് കഴിയില്ല. പ്രത്യാശയുടെ നല്ല സ്വീകാരം നമുക്ക് ലഭിക്കില്ല. അതുകൊണ്ട് കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുസിദ്ധതയും, സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു. ഈ സമയത്തെല്ലാം നമ്മൾ നടക്കേണ്ട ശുദ്ധീകരണം നടപ്പാക്കുന്നത് ഒരിക്കലായി ചൊരിഞ്ഞ യേശുക്രിസ്തുവിന്റെ രക്തത്താലാണ്. ഓക്കെ, കഷ്ടങ്ങളിലൂടെ നമ്മൾ ശരിക്കും വിശുദ്ധീകരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. കഷ്ടങ്ങൾ, സഫറിങ് ഈസ് എ മീൻസ് ടു സാങ്ക്ടിഫൈ us. ക്ലെൻസിങ് ഈസ് ഡിഫറെന്റ് ഫ്രം സാങ്ക്ടിഫിക്കേഷൻ. ഓക്കെ, ഇപ്പൊ മലയാളത്തിലെ ട്രാൻസ്ലേഷനകത്ത് ശുദ്ധീകരണം, വിശുദ്ധീകരണം എന്നുള്ള വാക്ക് ഇടകലർത്തിയാണ് പലപ്പോഴും ഉപയോഗിച്ചിരിക്കുന്നത്. ശുദ്ധീകരണം എന്ന് പറയുന്നത് ക്ലെൻസിങ് വർക്ക്, ക്ലീനിങ് വർക്കാണ്. സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇമ്പാർട്ടിങ് ക്രൈസ്റ്റ് നേച്ചറാണ്. ക്രിസ്തുവിന്റെ സ്വഭാവം നമ്മളിലേക്ക് പകർത്തപ്പെടുന്നതാണ് സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറയും. ഓക്കെ, 10-ാം വാക്യം പറയാണ്, ഈ ഭയങ്കര മരണത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ വിടുവിക്കുകയും ചെയ്തു. അതായത് ഭയം കൊണ്ടുണ്ടാകുന്ന ആ ഭയങ്കരത്വമായ മരണത്തിൽ നിന്ന്. അപ്പൊ പൗലോസ് വലിയൊരു ആശ്വാസം പറയാണ്, ശക്തിക്ക് മീതെ ഭയം വന്ന് ഞങ്ങൾ പരാജയപ്പെട്ട് മരിക്കരുത്, ദൈവം ഞങ്ങൾ രക്ഷിച്ചു. അത് അതിഭയങ്കരമാകുമായിരുന്നു. ഇനിയും അങ്ങനെ അശക്തരായി മരിക്കാൻ ദൈവം അനുവദിക്കില്ല എന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. ധൈര്യത്തോടെ അതിനെ ഫേസ് ചെയ്യാനുള്ള ബലം പ്രാപിച്ചേ മരിക്കൂ. ഭയങ്കരമായ ഒരു മരണം സംഭവിക്കാമായിരുന്നു. ദാറ്റ് മീൻസ് ശക്തിക്ക് മീതെ ഭയം. പക്ഷെ ദൈവം അതിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ചു. അവൻ മേലാലും വിടുവിക്കുമെന്ന് ഞങ്ങൾ അവനിൽ ആശ വെച്ചുമിരിക്കുന്നു. അതായത് പൗലോസിനെ മരിക്കാൻ തയ്യാറാണ്. ആ മരണത്തെ കുറിച്ചല്ല പറയുന്നത്. ഇപ്പൊ പത്രോസ് തന്നെ ആലോചിച്ച് നോക്കിയാൽ, പത്രോസിനെ അന്ന് പട്ടാളക്കാർ പിടിച്ച് കൊല്ലുമായിരുന്നെങ്കിൽ അതൊരു ഭയങ്കര മരണമായി പോയത്. യേശുക്രിസ്തുവിന്റെ സമയത്ത്, യേശുക്രിസ്തു ക്രൂശിൽ മരിക്കുന്ന ആ സമയത്ത് പത്രോസിനെ അവർ ചോദ്യം ചെയ്തപ്പോൾ ഞാൻ ഗലീലക്കാരന്റെ കൂടെ ഉള്ളവനാണെന്ന് പത്രോസ് പറഞ്ഞിട്ട് പത്രോസ് ആ കൂടെ അവർ പിടിച്ച് ക്രൂശിച്ചിരുന്നെങ്കിൽ അതൊരു ഭയങ്കര മരണമായിരുന്നു. കാരണം ശക്തിക്ക് മീതെ ഭീതി. പക്ഷെ പിന്നെ പത്രോസ് മരിക്കുമ്പോൾ സന്തോഷമായിട്ടാണ് മരിക്കുന്നത്, അവിടെ ഭയങ്കര മരണമില്ല. അപ്പൊ ശക്തിക്ക് മീതെ ഭീതി, ഭയം വന്ന് വിശ്വാസത്തെ കെടുത്തിക്കളയുന്ന ഒരു ഭയങ്കര മരണത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ വിടുവിച്ചു, ഇനിയും വിടുവിക്കുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുകയും ചെയ്യുന്നു. നമുക്കെല്ലാം അതൊരു നല്ല പ്രാർത്ഥന ഞാൻ വിചാരിക്കുന്നു. ശക്തിക്ക് മീതെ ഭയം വന്ന് തോറ്റുപോയി മരിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരാതെ ശക്തി ധരിച്ച് മരണഭയത്തെ തോൽപ്പിച്ച് പ്രത്യാശയോടെ കർത്താവിന്റെ അടുത്തേക്ക് പോകുന്ന ഒരു മരണം വരുന്നത് വരെ ദൈവം നമ്മളെ കാക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. അതേ സമയത്തും ദൈവത്തിന് ആ ശക്തി തരാൻ പറ്റുകയും ചെയ്യും. ഓക്കെ, ഇത്ര ഭയങ്കര മരണത്തിൽ ദൈവം ഞങ്ങളെ വിടുവിക്കുകയും ചെയ്യും. അവൻ മേലാലും വിടുവിക്കുമെന്ന് ഞങ്ങൾ അവനിൽ ആശ വെച്ചു. അപ്പൊ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, കഷ്ടതയുടെ ഇന്റൻസിറ്റിയെ കുറിച്ചല്ല അവിടെ പറയുന്നത്. കാരണം പൗലോസ് മൃഗയുദ്ധം ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. നല്ല ഭയങ്കര കഷ്ടങ്ങൾ അതൊക്കെ ഭയങ്കര സന്തോഷത്തോടെ ചെയ്തതോ. പക്ഷെ ഇവിടെ പറയുന്ന ഈ ഭയത്തിനും ശക്തിക്ക് മീതെ വ്യാപരിക്കുന്ന ഭയം, വിശ്വാസം തരുന്ന ശക്തി, അതിനു മുകളിൽ ഭയം. ആ ഭയത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ അങ്ങനെ ഒരു ഭയങ്കര ഭയമുണ്ടാക്കുന്ന ഫ്രൈറ്റനിങ് ഡെത്ത്, ഭയങ്കര ഭയം അങ്കുരിപ്പിക്കുന്ന ഭയങ്കരമായ മരണത്തിൽ നിന്ന് കർത്താവ് ഞങ്ങളെ വിടുവിച്ചു, മേലാലും വിടുവിക്കുമെന്ന് ഞങ്ങൾ അവനിൽ ആശ വെച്ചുമിരിക്കുന്നു. ഓക്കെ, അതിന് നിങ്ങളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാൽ തുണയ്ക്കുന്നുണ്ടല്ലോ. കണ്ടോ, അപ്പൊ പ്രാർത്ഥിക്കുന്ന വീരന്മാരാരാ? എല്ലാവരും. ചില പ്രാർത്ഥന വീരന്മാരവിടെ അവിടെ കാണുന്നില്ല, എല്ലാവരും പ്രാർത്ഥിക്കുന്നവരാ. പൗലോസിന് വേണ്ടി ഇവരാ പ്രാർത്ഥിച്ച് പൗലോസിനെ നിലനിർത്തുന്ന. അപ്പൊ ആരുടെ പ്രാർത്ഥനയ്ക്ക് ശക്തി? എല്ലാ മക്കളുടെയും പ്രാർത്ഥനയ്ക്ക് ഒരേ ശക്തിയാണ്. പ്രാർത്ഥനയ്ക്കല്ല ശക്തി, കേൾക്കുന്ന ദൈവത്തിനാണ് ശക്തി. അപ്പൊ ചിലപ്പോൾ ചില ആൾക്കാർ വിചാരിക്കും എന്റെ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ടാണ്, അല്ലെ? നമ്മൾ ചിലപ്പോൾ ആരോറി അമർത്തി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് തോന്നും അങ്ങ് ശക്തി അങ്ങ് പ്രവർത്തിച്ചു. ശക്തി നമ്മുടെ പ്രാർത്ഥനയ്ക്കല്ല, ശക്തി ദൈവത്തിന്. ചില പാസ്റ്റർമാർക്ക് നല്ല ഭംഗിയായിട്ട് പ്രാർത്ഥിക്കും. അപ്പൊ നമ്മൾ വിചാരിക്കും ഭംഗിയായിട്ടുള്ള പ്രാർത്ഥന ദൈവത്തിന് വളരെ ഇഷ്ടപ്പെട്ടു, എന്ത് രസമായിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. നോ നോ നോ, അവൻ ശിശുക്കളുടെ വായിൽ നിന്ന് വരുന്ന ഞരക്കങ്ങൾ പോലും കേൾക്കുന്ന ഒരു പിതാവാണ്.
അവനാണ് ശക്തി, നമ്മുടെ വാക്കുകൾക്കല്ല. അവന്റെ പ്രവൃത്തികൾക്കാണ് മഹത്വം. ഓക്കെ, അങ്ങനെ പലർ മുഖാന്തരം ഞങ്ങൾക്ക് കിട്ടിയ കൃപയ്ക്ക് വേണ്ടി പലരാലും ഞങ്ങൾ നിമിത്തം സ്തോത്രം ഉണ്ടാകുവാനിടവരും. അപ്പൊ നിങ്ങൾ പ്രാർത്ഥിക്കും എന്ത് സംഭവിക്കുന്നുണ്ട്? ഞങ്ങൾക്ക് പലപ്പോഴും വിശ്വാസത്തിൽ നിലനിൽക്കാൻ പറ്റുന്നുണ്ട്, ഞങ്ങൾക്ക് ആ പ്രാർത്ഥനയുടെ സത്ഫലങ്ങൾ അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. ഞങ്ങൾക്ക് ഒത്തിരി കൃപ ലഭിക്കുന്നുണ്ട്. അപ്പൊ പ്രെയർ ഈസ് യൂസ്ഫുൾ. എങ്ങനെ യൂസ്ഫുൾ ആണ്? അത് കൃപ മറ്റുള്ളവരിലേക്ക് പകരാൻ ഇടയാക്കുന്നുണ്ട്. വിശ്വാസികളിലേക്കാട്ടോ, വിശ്വാസികളിലേക്ക് ദൈവത്തിന്റെ കൃപയെ പകർത്തുവാൻ നമ്മുടെ പ്രാർത്ഥനകൾക്ക് കഴിയുമെന്ന് ഈ വാക്യം നമ്മളെ പഠിപ്പിക്കുന്നു. അങ്ങനെ പലർ മുഖാന്തരം ഞങ്ങൾക്ക് കിട്ടിയ കൃപയ്ക്ക് വേണ്ടി. എത്ര പേരാ സത്യം പറഞ്ഞാൽ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനേക്കാളും ആൾക്കാർ കൂടുതലും പാസ്റ്റർമാർക്ക് വേണ്ടി, ശുശ്രൂഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പാസ്റ്റർമാർക്ക് വേണ്ടി, ശുശ്രൂഷകർക്ക് വേണ്ടി എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കും. പക്ഷെ എല്ലാവരും വിശ്വാസികൾ ഓർത്ത് അത്രയും പ്രാർത്ഥന നടക്കുന്നില്ല. അപ്പൊ പൗലോസിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അതിന് നിങ്ങളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാൽ തുണയ്ക്കുന്നുണ്ടല്ലോ. അങ്ങനെ പലർ മുഖാന്തരം ഞങ്ങൾക്ക് കിട്ടിയ കൃപയ്ക്ക് പലരാലും ഞങ്ങൾ നിമിത്തം സ്തോത്രം ഉണ്ടാകുവാൻ ഇടവരും. ഓക്കെ, അപ്പൊ ഞങ്ങൾ നിമിത്തം എല്ലാവരിലും ദൈവമേ നിനക്ക് സ്തോത്രം എന്ന് പറയിപ്പിക്കാവുന്ന ഒരു ലൈഫ്. അപ്പൊ ശക്തിക്ക് മീതെ ഭയം വ്യാപരിച്ചാൽ അതുണ്ടാകും, ഭയത്തിന് മീതെ ശക്തി വ്യാപരിക്കണം. സാഹചര്യങ്ങൾക്ക് മീതെ വിശ്വാസം വാഴണം. കൃപ, നമ്മുടെ എബിലിറ്റിക്ക് മുകളിൽ കൃപ വാഴണം. ലോകത്തിന്റെ മഹത്വത്തിന് മുകളിൽ കർത്താവിന്റെ ക്രൂശിന്റെ മഹത്വം വാഴണം. അങ്ങനെ ദൈവത്തിന് മഹത്വം ഉണ്ടാകണം. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച എന്തിനാ? ഞാൻ എന്റെ മഹത്വത്തിനായി സൃഷ്ടിച്ചുണ്ടാക്കിയ എന്റെ ജനം എന്നാണ് യെശയ്യാ പ്രവചന പുസ്തകത്തിൽ പറയും. He created us for his own glory, മഹത്വം. അപ്പോൾ ഞങ്ങൾ നിമിത്തം പലരും ദൈവത്തെ സ്തുതിക്കേണ്ടതിന്, ഞങ്ങളുടെ ചുറ്റുമുള്ളവർ ദൈവത്തെ സ്തുതിക്കേണ്ടതിന്, നമ്മൾ ആരോടെല്ലാം ഇടപെടുന്നോ അവരെല്ലാം കൃപ പ്രാപിക്കേണ്ടതിന്, കൃപ മനസ്സിലാക്കേണ്ടതിന്, കൃപ അവർക്ക് വെളിപ്പെടേണ്ടതിന് നിങ്ങളുടെ പ്രാർത്ഥന നിമിത്തം ഞങ്ങൾ ഒത്തിരി സ്തോത്രം വർദ്ധിപ്പിക്കാൻ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. കാരണം ദൈവത്തിന്റെ കൃപ അവിടെ എല്ലാം ഞങ്ങൾക്ക് പ്രയോജനമായിട്ടുണ്ട് എന്ന് ഈ വാക്യം നമ്മളെ പഠിപ്പിക്കുന്നു. ഇനി തുടർന്ന് ഉള്ള ഭാഗം നമുക്ക് അടുത്ത ആഴ്ച ചിന്തിക്കാം. ഈ കഷ്ടതയെക്കുറിച്ചുള്ള നമ്മുടെ മെഡിറ്റേഷൻ ഇതേ അധ്യായങ്ങളിലൂടെ തുടരുന്നതായിരിക്കും. വേദപുസ്തകത്തിൽ നമ്മളെ പല തീമുകളിലൂടെ കടന്നു പോവുകയാണ്. കഷ്ടതയെക്കുറിച്ചുള്ള രണ്ടാമത്തെ സെഷൻ ഇത് നമ്മളിത് പിന്നെ ഒത്തിരി കാണും. അവസാനം ശൂലം, പൗലോസിനെ കുത്താൻ ശൂലം, അതെല്ലാം കഷ്ടതയുടെ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് ഈ ലേഖനം എഴുതപ്പെട്ടിരിക്കുന്നത്. ക്രിസ്ത്യൻ സഫറിങ്ങിന്റെ ഒരു പഠനവും കൂടിയാണിത്. ഞാൻ ഏറ്റവും കൂടുതൽ ദൈവത്തെ മഹത്വപ്പെടുന്നത് കാരണം ലോക്ക്ഡൌണിലേക്ക് വന്നപ്പോഴേക്കും ആദ്യം എനിക്ക് കർത്താവ് തുറന്നു തന്ന പത്രോസിന്റെ ലേഖനമാണ്. ഇത് കൊരിന്തി ലേഖനത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സഫറിങ്ങിന്റെ കാലം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നു. കർത്താവ് അതിൽ എങ്ങനെ നമ്മളെ ആശ്വസിപ്പിക്കുന്നു എന്നും അതിലൂടെ എങ്ങനെയാണ് ദൈവം മഹത്വം ഉളവാക്കുന്നത്, നമ്മളിൽ എല്ലാ സ്തോത്രം ഉണ്ടാകുവാൻ കർത്താവ് എന്താ ചെയ്യുന്നതെന്നെല്ലാം നമുക്ക് ഈ ലേഖനങ്ങളിലൂടെ പഠിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, അങ്ങയുടെ നാമത്തെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. കർത്താവെ, സകല പുകഴ്ചയും അങ്ങേക്ക് ആകുവാൻ തക്കവണ്ണം കർത്താവെ അങ്ങ് ഞങ്ങളെ അണിയിച്ചിരിക്കുന്ന എല്ലാ സ്വർഗീയ സമ്പത്തും സന്തോഷത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അവിടെ ഞങ്ങൾക്ക് ഓരോ ദിവസവും ജീവിക്കുവാൻ വചനത്തെ തന്ന് കഷ്ടതയെ നേരിടാനുള്ള ധൈര്യം തന്ന് കർത്താവെ അങ്ങയോട് കൂടെയുള്ള കഷ്ടതയായിട്ട് അതിനെ ആത്മാവിൽ മനസ്സിലാക്കി സ്തോത്രം ചെയ്യുവാൻ, അതിലൂടെ ഞങ്ങൾക്ക് ലഭിക്കുന്ന പ്രൂണിങ്ങിനായിട്ട് കർത്താവിനെ സ്തുതിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. എല്ലാം അങ്ങ് മഹത്വത്തിനായി തിരിക്കുവാൻ കഴിവുള്ള ദൈവമാകിയാൽ അങ്ങനെ മഹത്വത്തിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. എനിക്ക് നന്ദി പറയുന്നു. അങ്ങയോടെ സ്തോത്രം. കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ.